നമസ്തേ ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള ചലച്ചിത്ര മേഖലയിൽ ലൈംഗിക ആരോപണത്തിന് വിധേയരായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും അവർ വഹിച്ചിരുന്ന ചുമതലകൾ രാജിവെച്ചു. ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പ്രാഥമിക അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ രൂപീകരിച്ചു. മുഖ്യമന്ത്രി ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിൻ്റെ നിയമോപദേശം തേടി. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ഹേമ കമ്മിറ്റി തുറന്നുവിട്ട ഭൂതം ആരെയൊക്കെ കൊണ്ടുപോകും? കേസ് രജിസ്റ്റർ ചെയ്താൽ അത് നിയമപരമായി നിലനിൽക്കുമോ? നമുക്ക് ചർച്ച ചെയ്യാം. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഇടതുമുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ചലച്ചിത്ര സംവിധായകരായ ആലപ്പി അഷ്റഫ്, രാമസിംഹൻ എന്നിവ അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ആലപ്പി അഷ്റഫ്, 2 വിക്കറ്റുകൾ വീണു. കൂടുതൽ വിക്കറ്റുകൾ വീഴുമോ? സാംസ്കാരികമായി ഔന്നത്യം പുലർത്തേണ്ടവ റേപ്പിസ്റ്റുകളായി മാറുന്ന കാഴ്ച. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ തന്നെ ഞരമ്പ് രോഗികളായി മാറുമ്പോൾ സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിക്ക് ഫലപ്രദമായ ചികിത്സ ആരിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥയുണ്ട്. ഒരു വേദനയുടെ കഥ, ഒരു കഥന കഥ. അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട ആ അതിജീവിത അവൾ പോരാടിയ പോരാട്ടം, തളരാതെ പോരാടിയ, ഊർജത്തോടെ പോരാടിയ പോരാട്ടത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒപ്പം ഒരു 6 പെൺകുട്ടികൾ ഇപ്പോൾ നിലവിളിയോടെ നിൽക്കുന്നു. കരയുന്ന, തൊണ്ടയിടറിക്കൊണ്ട് വേദനപൂർവമായ ഹൃദയത്തോടു കൂടി അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആകെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എംപിആർ സാർ പറഞ്ഞതുപോലെ, അതായത് ഈ ഉന്നതർ തന്നെ ഇതിനകത്ത് ആദ്യം വലയിൽ വീണ് അവരെ ഏതാണ്ട് പിടികൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ ഈ സിനിമയിൽ സാധാരണ തുടങ്ങുമ്പോൾ കുറേ കാർഡുകൾ കാണിക്കും. ഞങ്ങൾ ഈ മൃഗങ്ങളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല ഈ പടത്തിൽ എന്ന് പറഞ്ഞ പോലെ ഈ ചിത്രത്തിൽ ഇതിൻ്റെ നിർമ്മാതാക്കളോ സംവിധായകരോ നടന്മാരോ ആരും ഇതിൽ അഭിനയിച്ച ഒരു സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് കാർഡ് കാണിക്കേണ്ട ഒരു നിലയിലൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ഇപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടനയിൽ മിക്കവാറും പലരും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ 15 അംഗ സംഘങ്ങളും പവർ ഗ്രൂപ്പും ഒക്കെ വരുന്നത്. ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ അമ്മയുടെ ഈ പോക്ക് പോയാൽ അമ്മയുടെ എക്സിക്യൂട്ടീവൊക്കെ ചിലപ്പോൾ ജയിലിൽ വെച്ചെല്ലാം കൂടേണ്ടി വരുന്ന സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഗവൺമെൻറ് ഇനിയും ഈ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, പക്ഷെ അതൊരു വഞ്ചനയാവരുത്. ഈ 4 വർഷം പൂഴ്ത്തി വെച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് ഇരകളെ വേട്ടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ ഇതെല്ലാം കുഴിച്ചു മൂടാനുള്ള ശ്രമം നടന്നിരുന്നെന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ജനങ്ങളുടെ പൊതുസമൂഹം ഉണർന്നുകൊണ്ടും അവരുടെ ഇതിൻ്റെ ഈ ഭരണകക്ഷികളോട് ഭരണ നേതൃത്വത്തോട് എതിർപ്പ് വന്നതോടുകൂടി, അത് പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക മന്ത്രി അദ്ദേഹമൊക്കെ ഇത് വളരെ ബാലിശമായ വാക്കുകൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, ശാസിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അവരൊക്കെ എടുത്ത നിലപാടുകളെല്ലാം ജനരോക്ഷത്തിൻ്റെ മുമ്പിൽ മാറ്റിമറിക്കേണ്ടി വന്നു. അവരെല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതും ഒരു പുകമറയാവരുത്. നിർബന്ധമായിട്ടും ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റവാളികളെ ഒരു ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണം. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, ഇത് മറച്ചു വെക്കുന്നത്? ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഇരകൾക്ക് മാത്രമുള്ളതാണ്, അത് വേട്ടക്കാരനുള്ളതല്ല ഒരിക്കലും. ഇതിപ്പോൾ ഇവിടെ കൊടുക്കുന്ന സ്വകാര്യത, വേട്ടക്കാർക്ക് സ്വകാര്യത കൊടുക്കുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വന്നാൽ, ഞാനിതുപോലെ പറയുന്നു, പണ്ട് MGRൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാക്കാരനാണ്, അന്ന് സുമൻ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു പെൺകുട്ടി, അന്ന് വീഡിയോ ഒന്നുമില്ല, ഈ 16mm ഫിലിമിൽ
ഒരു പെൺകുട്ടിയുടെ നഗ്നത എന്തോ എടുത്ത ശേഷം അത് അയാൾ വേറെ ആർക്കൊക്കെ ഇട്ടുകൊടുത്തു, കാണിപ്പിച്ചു. അത് പരാതി MGRന്റെ മുമ്പിൽ വരികയാണ് ഈ സംഭവം. MGR ഒരു ദാക്ഷിണ്യമില്ല, സിനിമാക്കാരനാണ്. അന്ന് സുമൻ കത്തി നിൽക്കുന്ന സമയമാണ് തമിഴ്നാട്ടിൽ. പിടിച്ചകത്തിടാൻ പറഞ്ഞു. പിടിച്ചകത്തിട്ട് 8-10 വർഷത്തെ ശിക്ഷയും കിട്ടി. മാത്രമല്ല MGR ഒരു നിർദ്ദേശം കൂടെ കൊടുത്തു രഹസ്യമായിട്ട്, ഇവന് 4 പെട കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ നിരന്തര പീഡനത്തിന് അവൻ വിധേയനാവുകയും ചെയ്തു. കാരണം അത്രയും ഇച്ഛാശക്തിയുള്ളത്. അവിടെ പിന്നീടൊന്നും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല നടന്മാരിൽ നിന്നും. നമുക്ക് ഓരോന്ന് ചരിത്രം പരിശോധിച്ചാൽ എന്താ നമ്മുടെ ത്യാഗരാജ ഭാഗവതരുടെ കാര്യം തുടങ്ങുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ലോകം കണ്ടിട്ടുള്ളത്, ഇന്ത്യ കണ്ടിട്ടുള്ള അന്നത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം നടന്നു പോകുന്ന വഴികളിൽ മണ്ണ് വരെ എടുത്ത ആളുകൾ സൂക്ഷിക്കുമായിരുന്നു. അത്രയും ആരാധന ഇന്നും ഒരു 10 രജനീകാന്ത് കൂടെ ചേർന്നാൽ പോലും കിട്ടത്തില്ലെന്നാണ് തമിഴ്നാട് പറയുന്നത് ഇപ്പോഴും. അതുപോലത്തെ ഒരാളുടെ അവസാന അനുഭവം ഒരു കേസിൽപ്പെട്ടു, ശിക്ഷ അനുഭവിച്ചു. അതല്ല ഞാൻ പറയുന്ന, ഇച്ഛാശക്തിയുള്ള നേതൃത്വം ഭരണകർത്താക്കൾ വന്നാൽ ഉരുക്ക് മുഷ്ടി കൊണ്ട് അടിച്ചമർത്താൻ പറ്റും. ഇതൊക്കെ നിർത്താൻ പറ്റും, നിസ്സാരമായിട്ട് നിർത്താൻ പറ്റും. പക്ഷേ അവരുടെ കൂടെ നിന്ന് ഈ ക്രൂരത കാണിക്കുന്നവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ജനമെല്ലാം എതിരാവുന്നത്. നിങ്ങൾ ആലോചിക്കണം. അല്ലാണ്ട് ഇപ്പം ലൈംഗികത, സെക്സ്, മറ്റത് മറിച്ചതൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ, അതല്ല. പക്ഷേ ഇവരുടെ ഒരു ക്രൂര മുഖമുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരുടെ കണ്ണീര് കാണുക. ശ്രീ അഷ്റഫ്, അതാണ് അതിക്രൂരമായി ഇടപെടുക എന്നുള്ളത്. കാരണം ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നു. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ അധികാരമാണ് എന്ന രീതിയിൽ ഇടപെടുന്നു. വളരെ ക്രൂരമായിട്ട് റേപ്പിന് വിധേയമാക്കുന്നു, അല്ലേ? മാത്രമല്ല ഈ അങ്ങേയറ്റം ഇത്രയും മ്ലേച്ഛമായിട്ട് ഈ സാംസ്കാരിക നായകന്മാർക്ക്, അങ്ങനെയാണല്ലോ അവരെ വിശേഷിപ്പിക്കുന്നത്, അവർ സ്വയം അങ്ങനെയാണ് അവർ പുറത്ത് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളവരുടെ മറ്റൊരു മുഖം ആണിപ്പോൾ ഈ പ്രേക്ഷക സമൂഹം കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പറയായിരുന്നു പരനാറി, അല്ലെങ്കിൽ നികൃഷ്ടജീവി, പിന്നെ വിവരദോഷി. ഇതൊക്കെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ച വാക്കുകൾ ഇവരെയല്ലേ വിളിക്കേണ്ടത് ശരിക്കും? നമ്മുടെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് അതിനൊക്കെ അർഹർ. അവരെയൊക്കെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? അവരെയൊന്നും അതുപോലെ പറയുന്നില്ലോ. അതിന് പകരം പറയുന്നത് എന്താണ്? രഞ്ജിത്ത് ലോകം അറിയപ്പെടുന്ന കലാകാരനാണെന്ന് പറയുന്നത്. ഇവിടെ വലിയ പുരോഹിതന്മാരെ വരെ ഈ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുന്നു. എന്നിട്ട് ഇവരെ പറയുന്നു ലോകം അറിയുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. മറ്റേ ത്യാഗരാജ ഭാഗവതരുടെയൊക്കെ പറഞ്ഞത്, സുമൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അതിന് ഇച്ഛാശക്തി വേണം, ആ മന്ത്രിമാർക്ക് അത് ഉണ്ടാവണം. വളരെ ദയനീയമാണ് ആ അവസ്ഥകൾ. അതിലൂടെ നമുക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക മന്ത്രിയോട് പ്രത്യേകിച്ച് വളരെ മോശമായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോയത്. ഇനിയിപ്പോൾ തിരുത്തപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞു അദ്ദേഹം. ഈ സിനിമ ലൊക്കേഷൻ അല്ല, അതൊരു കുടുംബം പോലെയാണ്, അല്ലേ? ഇപ്പോൾ കുറച്ച് ഷെഡ്യൂളുകൾ കാണും, അവിടെ ഒരു കുടുംബം പോലെയാണ് ഇടപഴകുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ, അല്ലേ? അവരും ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമം കൊണ്ടുവന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. പക്ഷേ എങ്കിലും ഇതുപോലെ ഇത്രയും സൂപ്പർ സ്റ്റാറുകളൊക്കെ ഈ സെറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുന്നു. അവർ ഒന്നും ഇത് അറിയാതെ പോകുന്നതാണോ, അതോ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ? പല കോണുകളിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരൊക്കെ പിന്നെ അഭിനയിക്കുന്ന ആ ഒരു ഷൂട്ടിംഗ് സെറ്റുകളിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷനുകളിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നു? ഇവർ ഇത് അറിയാതെ പോകുന്നതാണോ, അതോ ഇവരും മൗനമായി ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണോ? എന്താ മനസ്സിലാക്കുന്നത്? ഒരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എല്ലാവരും അറിയുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഇവരൊക്കെ ശക്തന്മാരാണെങ്കിൽ, അത് ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു, എന്നെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു, കൂടെ അഭിനയിക്കുന്ന ആൾ ഇന്നതൊക്കെ ചെയ്തു, എനിക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ സമാധാനിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. മറ്റേ ആൾ ഈ ചെയ്ത വേട്ടക്കാരനെ അവിടെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. കാരണം ഇവരുടെയൊക്കെ പറഞ്ഞിട്ടും കാര്യം കിട്ടുന്നില്ല. ഇനി അതൊക്കെ മറിയും. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ WCC പോലുള്ള സംഘടനകളെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്, ഇപ്പോൾ നമ്മൾ തന്നെ നോക്കൂ, ഈ നമ്മുടെ പാർവതിയെ പോലുള്ളൊരു നടി പുതുതായിട്ട് ഈ ന്യൂ ജനറേഷനിൽ വന്നതിൽ ഏറ്റവും മികച്ച നടിയാണ്. അത്രയും റേഞ്ചുള്ളൊരു നടി മലയാളത്തിലില്ല, പുതിയ വന്നതിൽ ആരുമില്ല എന്ന് തന്നെ പറയാം. ആ കുട്ടിയുടെ അഭിനയം ഞാനൊക്കെ ഭയങ്കര ഫാനാണ്. ആ കുട്ടിയുടെ അത്രത്തോളം അതിനെയൊക്കെ ഒതുക്കുക, ആക്ഷേപിക്കുക, ഇതിൽ കൂടെ മാറ്റി നിർത്തുക, അവരെ വിളിക്കേണ്ട പടങ്ങളെല്ലാം കട്ട് ചെയ്യുക,
എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവരെ പോലുള്ളൊരു നടികൾ, അവർ നിലപാടുള്ള നടിയാണ്, അഭിനയ ആധുര്യമുള്ള നടിയാണ്. എന്താണ് അഭിനയ പാടവം, നിലപാടുകൾ എല്ലാമുള്ള പുതിയ നടികൾ, പുതിയ തലമുറയിലെ നടിയാണ്. അവരൊക്കെ മാതൃകാപരമായിട്ട് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതല്ലേ ഈ സംഘടനകളൊക്കെ? അതിന് പകരം അവരെയൊക്കെ ഉപദ്രവിക്കുക, നിരന്തരം ഉപദ്രവിക്കുക, എന്നിട്ട് ഈ ഗ്രൂപ്പുകൾ കിടന്ന് കളിക്കുക. അതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യമൊന്നും അമ്മ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് അമ്മ പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ കൂടിയാലോചിച്ച് അവിടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയത്. സിദ്ദിഖ് അന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇതുപോലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ല, പരാതികൾ ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നടപടിയെടുത്തേനെ എന്നൊക്കെയാണ്. നോക്കൂ, ആ സിദ്ദിഖിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഒരു നടി വളരെ മോശമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്ന് വളരെ വൈകാരികമായിട്ടൊക്കെയായിരുന്നു സിദ്ദിഖ് സംസാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഇവരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴേണ്ട സമയം അതിക്രമിച്ചില്ലേ? മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വിടുന്നതിനൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ രണ്ടുപേരും, ഇപ്പോൾ സിദ്ദീഖായാലും രഞ്ജിത്തായാലും, രണ്ടുപേരുടെയും ഒരു മോശം സമയം. കാരണം സിദ്ദീഖാണെങ്കിൽ സ്വന്തം പുത്രൻ മരിച്ചിട്ട് ആ വിഷമത്തിലിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്താണ് ഇത് അടി വീഴുന്നത്. അതുപോലെ രഞ്ജിത്താണെങ്കിൽ ഒരു അസുഖം എന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഈ അടി വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴായാലും ഈ സ്ത്രീകളുടെ കണ്ണുനീര് ഒരു കണ്ണുനീര് തന്നെ, അതൊരു സത്യം തന്നെയാണ്. അതിന് കിട്ടുന്ന ശിക്ഷകൾ അത് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പ്രത്യേകിച്ച് ഈ ക്രൂരമായ അവരോട് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ, അത് അവരെ വഞ്ചിക്കുക, അവരെ ചതിക്കുക, അവരെ ഇതിൽപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ കണ്ണീരിന് വിലയില്ലാതെ കാണുക, അതൊക്കെ വളരെ എന്താണ്, ദൈവം എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ. ഇനിയും എത്ര പേര് കിടക്കുന്നു, അതെല്ലാം അനുഭവിക്കും. അത് സത്യസന്ധമായ കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അതിനുശേഷം ഇപ്പോൾ 4 വനിതാ IPS ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പരാതി രേഖാമൂലം നൽകിയാൽ മാത്രമേ നടപടി എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണം അങ്ങനെ ആയിരുന്നില്ല. അത് ഇപ്പോൾ പോക്സോ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഈ പുറത്തു വന്ന ഈ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മാത്രമല്ല, ഈ മുദ്രവെച്ച കവറിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അത് ഇപ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്നല്ലാതെ ഇത് വിചാരണ സ്റ്റേജിൽ കൃത്യമായിട്ട് കോടതിയിൽ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇത്തരം കേസുകളുടെ ആ ഒരു അത് കിട്ടുന്ന നിയമപരമായിട്ടുള്ള ആ ഒരു സംരക്ഷണം ഇരകൾക്ക്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജനം TV-യും അതിൻ്റെ മാന്യ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സിനിമാ രംഗം ഒരു സ്വകാര്യ വ്യവസായമാണ്. ആ സ്വകാര്യ വ്യവസായത്തിൽ പരോക്ഷമായി ഇടപെടാമെന്നല്ലാണ്ട് പ്രത്യക്ഷമായി ഇടപെടാൻ കേരള സർക്കാരിന് നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഒരു സാൻമാർഗിക വകുപ്പല്ല, സാംസ്കാരിക വകുപ്പാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സാംസ്കാരിക വകുപ്പിന് നമ്മുടെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. നമ്മുടെ ഭരണഘടനയിൽ കേന്ദ്ര ലിസ്റ്റ് എൻട്രി 60-ലാണ് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അത് സെൻസറിങ് തുടങ്ങിയവ. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 33 ഭരണഘടനയുടെ ഐറ്റംസിനെ കുറിച്ച് എൻട്രി എന്നാണ് നിയമഭാഷയിൽ പറയാം. എൻട്രി 33-ൽ സംസ്ഥാന ഗവൺമെൻറ്റിന് സിനിമ വകുപ്പിനെ കുറിച്ച് അധികാരമുണ്ട്, സിനിമയെക്കുറിച്ച് അധികാരമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ചിത്രീകരിച്ച് കഴിഞ്ഞ സിനിമയാണ്, നിർമ്മിച്ച് കഴിഞ്ഞ സിനിമയാണ്.
കാറ് എന്ന് പറഞ്ഞാൽ മോട്ടോർ നിർമ്മാതാക്കൾ നിർമ്മിച്ചു കഴിഞ്ഞ കാറാണ്. നിർമ്മിച്ചു കഴിഞ്ഞ കാറിൻ്റെ മേലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുള്ളൂ. നിർമ്മാണത്തിനിടയിലില്ല. നിർമ്മാണത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിനും. ഇവിടെ സിനിമ എന്ന എൻട്രി പ്രകാരം കേരള ഗവൺമെൻറ്റിന് സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികാരമുണ്ടോ എന്നുള്ളത് വലിയ തർക്കവിഷയമാണ്. തമിഴ്നാട്ടിൽ ഇതുപോലൊരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇത് സംബന്ധിച്ച് കാസറ്റുകളും മറ്റും ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടാം. കാസറ്റ് നിർമ്മാണത്തിന് മുമ്പ് ഇടപെടാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമാ രംഗത്ത് നിർമ്മാണം നടക്കുന്നതിനിടയ്ക്ക് ഉണ്ടായ ചില അനാശാസ്യ സംഭവങ്ങളെക്കുറിച്ചുള്ള പരാതികളാണ്. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കും, ഞാനൊരു വാദത്തിന് വേണ്ടി പറയല്ല, സിനിമ ഒരു സ്വകാര്യ വ്യവസായമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്ന് സിനിമ സാധാരണ ജനങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ ഒരു സന്തോഷത്തിന് ഇട നൽകുന്ന ഒരു രംഗമാണ് സിനിമ. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ച പോലെ സിനിമാ താരങ്ങളെ വലിയ അവതാരങ്ങളായിട്ടും ആരാധനപൂർവ്വം ജനങ്ങൾ കൊണ്ടു നടക്കുന്നത്. ആ രംഗം ഇന്ന് കേരളത്തിൽ കാര്യമായി പുരോഗമിച്ചിരിക്കുകയാണ്. മുമ്പ് തമിഴ്നാട്ടിൽ മാത്രമുണ്ടായിരുന്ന സിനിമ ഇന്ന് കേരളത്തിലും പച്ച പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്നൊരു വ്യവസായമാണ്. ഇവിടെ ഞാൻ പലപ്പോഴും ജനൻ ടി വി കൂടെ പറയും പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം ശബരിമലയാണല്ലോ. മറ്റൊരു വ്യവസായങ്ങളും നമ്മുടെ കാഴ്ചയിൽ പെടുന്നില്ല. അത് കഴിഞ്ഞാൽ സിനിമ പോലെ കേരളത്തിൽ ഇപ്പോൾ പച്ച പിടിച്ച് വരുന്നൊരു വ്യവസായത്തെ തകർക്കുന്നത് അധികാരമില്ലാത്ത രീതിയിൽ ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ അവർ വശം ആലോചിക്കേണ്ട കാര്യം ശരിയാണ്. അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു. പക്ഷേ അനാശാസ്യമായ കാര്യങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് അനുവദിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് കമ്മീഷൻ നിയമിക്കാറുണ്ട്. അതിന് പ്രത്യേക നിയമമുണ്ട്, കമ്മീഷൻ ഓഫ് എൻക്വയറി. ഈ കമ്മിറ്റി നിയമിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ ഏത് അധികാരം വെച്ചുകൊണ്ടാണെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പ്രത്യേകിച്ചും 1,06,00,000 രൂപ പ്രതിഫലമായി കൊടുത്തു. എനിക്കത് ഞാൻ ശരിവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. റിപ്പോർട്ട്, മാധ്യമ റിപ്പോർട്ട് വഴി ഇത് ജനങ്ങളുടെ കാശാണ്. ഈ ജനങ്ങളുടെ കാശ് ഇതുപോലെ ചെലവാക്കാൻ ഈ സാംസ്കാരിക വകുപ്പിനും കേരള ഗവൺമെൻറ്റിനും ആരധികാരം കൊടുത്തു? ഏത് നിയമം അനുസരിച്ച് അതുണ്ടോ? 4 കൊല്ലം ആ റിപ്പോർട്ട് പൂത്തിവെച്ചു. അപ്പോൾ ഇത്രയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ അതിലുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് 4 കൊല്ലം ഇത് പൂത്തിവെച്ചു? പൂത്തിവെച്ച് ഇപ്പോൾ പുറത്ത് വരുമ്പോൾ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു സ്ഥിതിയാണ്. മാധ്യമങ്ങൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അവരുടെ കടമ ചെയ്യുന്നു. എന്ത് വാർത്ത കിട്ടിയാലും പ്രേക്ഷകരെ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ വാസ്തവത്തെക്കുറിച്ചോ അവാസ്തവത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ജനങ്ങളിൽ എത്തിക്കുക. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറയണത് കേട്ടാൽ ഇതൊക്കെ 100% ആരോപണങ്ങൾ ശരിയാണ് എന്ന് തോന്നും. ഞാൻ ചോദിക്കട്ടെ, ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ താരങ്ങൾ വിദ്യാഭ്യാസം തെറ്റിച്ചവരല്ലേ? ആരും സ്കൂളിലോ കോളേജിലോ പോവാത്തവരല്ലോ. പലരും ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നതാണ്. ഇതുപോലൊരു അനുഭവമുണ്ടെങ്കിൽ പോലീസിന് പരാതി കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്താൽ പോലീസിന് അന്വേഷിക്കാൻ അധികാരമുണ്ട് എന്ന ചുരുങ്ങിയ വിവരം നിയമത്തെക്കുറിച്ച് അവർക്കൊക്കെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. എന്തേ പരാതി കൊടുക്കാതിരുന്ന്? ഇത്രയും ഞെട്ടിക്കുന്ന ക്രൂരമായ എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് വിശേഷിപ്പിക്കുന്ന ക്രൂരമായ നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി ഇതിനെല്ലാവരും പരാതി കൊടുത്തവരാണ്. എല്ലാവരും പരാതിപ്പെട്ടവരാണ്. ആ പരാതികളെ ഒന്നും പരിഗണിച്ചില്ല. ശരി,
അല്ല, പരാതി പരിഗണിക്കാതിരിക്കാൻ മരണം വരെ കാത്തിരിക്കണോ? അതിനൊരു നിയമപരിധി നിയമത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇത്രയും സഹായം അവർക്ക് ചെയ്യാൻ താങ്കളെപ്പോലെയുള്ള സന്മനസ്സുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ പരാതിയുടെ തുടർ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് പ്രചോദനം കൊടുത്തില്ല? ഇന്നിപ്പോൾ വാചാലമായിട്ട് പല വിഗ്രഹങ്ങളും തകർക്കും എന്നൊക്കെ വീരവാദം മുഴക്കുന്ന ആളുകളൊക്കെ ഈ രംഗത്തൊന്നും സജീവമായിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്തോ ഉറക്കം നടിച്ചു കിടക്കുമായിരുന്നു. കേട്ടത് ശരിയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ശരിയാണോ തെറ്റാണോ എന്ന് ആരും നിർണ്ണയിക്കും? എന്തധികാരത്തിന് മുകളിൽ നിർണ്ണയിക്കും? ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കട്ടെ, ഇതേപോലത്തെ ഒരു പരാതി നമ്മുടെ വനിതാ പോലീസുകാർ ഉന്നയിച്ചില്ലേ? ചില ഉദ്യോഗസ്ഥന്മാർ ക്യാമ്പ് വന്നാൽ ഞങ്ങൾ വനിതാ പോലീസുകാർ ലീവ് എടുക്കും എന്ന് പാവം വിളിച്ചൊരു വനിതാ പോലീസുകാർ പറഞ്ഞു. അവർ സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ജീവനക്കാരാണ്. എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചോ? ഏതെങ്കിലും റിട്ടയർഡ് ജഡ്ജിക്ക് 1 കോടി കൊടുത്ത് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചോ? വേണ്ട. ആരോഗ്യരംഗത്ത് നഴ്സുമാരുടെ പരാതികളുണ്ട്, ഞങ്ങൾക്ക് പീഡനം നൽകുന്നു, അതിന് സർക്കാർ പൈസ ചിലവാക്കി അന്വേഷിച്ചോ? ജനങ്ങളുടെ പൈസ ചിലവാക്കിയോ? അപ്പം എന്താണ് ഈ വിവേചനം? സിനിമാ രംഗത്ത് മാത്രം എന്താ പ്രത്യേകത? വളരെ പേരുകെട്ട ആളുകളുടെ പേരിൽ ആരോപണം വരുമ്പോൾ മാത്രം ഞെട്ടിപ്പുണ്ടാക്കുന്ന പ്രത്യേക മാനസിക സ്ഥിതി ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവാൻ എന്താ കാര്യം? അതൊന്ന് അന്വേഷിക്കണ്ടേ? നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ ഇതൊന്നുമല്ല, അതിൻ്റെ പിന്നിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ വിഗ്രഹഭഞ്ജനം നടക്കുന്നതിനൊന്നും ആരും എതിരല്ല, ആരും. പക്ഷേ ഞാൻ നമ്മുടെ മാന്യപ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിലും വലിയ പരാതികൾ ചില സ്ത്രീകൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മാന്യന്മാരെക്കുറിച്ച് നടത്തി ഒരുപാട് കാലം മാധ്യമങ്ങൾ ആഘോഷിച്ച് കോടതികൾ വന്ന് അവസാനം എന്തായി? ആ ചരിത്രം നമ്മൾ മറക്കരുത്. ഇവിടെ വിഷലിപ്തമായ മനസ്സുള്ള ആളുകൾ മറ്റുള്ളവരെ തരം താത്താനും കരിവാരി തേക്കാനും മുന്നിട്ടിറങ്ങിയാൽ സ്വാഭാവികമായിരിക്കും അവർക്ക് സഹായം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതിൻ്റെ തിക്തഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചതാണ്. ഒരു ഘട്ടത്തിലല്ല, പല ഘട്ടത്തിലും. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ അത് ശരിയാണ്, അവരെ വെടിവെച്ച് കൊല്ലണം, തമിഴ്നാട്ടിൽ സംഭവിച്ച പോലെ പ്രഹരാർഹരാണ് എന്നൊക്കെ പറയുന്നതൊക്കെ അല്പം വിചിന്തനത്തിന് ശേഷം പോലെ. കാരണം ഇതൊക്കെ അന്വേഷിക്കാൻ ഈ കേരള സർക്കാരിന് നമ്മുടെ ഭരണഘടന എന്ത് അധികാരമാണ്? ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? മറിച്ച് ഇപ്പം നിലവിലുള്ള നിയമ സംഹിത അനുസരിച്ച് ഏതെങ്കിലും പീഡിക്കപ്പെട്ട വ്യക്തി ഒരു പരാതി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷന് കൊടുത്താൽ പോലീസുകാർക്ക് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാമല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല? ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ മാത്രമേ സഹായത്തിനുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വലിയ വിവേചനം. കാരണം സമ്പന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ് സിനിമാ പ്രവർത്തകർ. സിനിമാ നടികളും നടന്മാരും നമ്മുടെ രാജ്യത്തെ സമ്പന്ന വിഭാഗത്തിൽ. അപ്പോൾ ഈ സമ്പന്ന വിഭാഗത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ സർക്കാർ വഴിവിട്ട് ഭരണഘടനയും നിയമങ്ങളും മറികടന്നുകൊണ്ട് രംഗത്ത് വരണം. അല്ലെങ്കിൽ വീഴ്ചയാണ്, പാളിച്ചയാണ് ലക്ഷ്യമാണ് എന്നൊക്കെ വിമർശിക്കുന്നതിന് മുമ്പ് കാര്യകാരണ സഹിതം ഇതിനെക്കുറിച്ചൊന്ന് കൂലങ്കഷമായി ചിന്തിക്കുന്നതല്ലേ ഭംഗി. ഞാൻ മാന്യ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. നമ്മൾ ധൃതി പിടിച്ച് എല്ലാ വിഗ്രഹങ്ങളെയും നിഗ്രഹിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ നിയമവ്യവസ്ഥ? സർക്കാരിന് ഈ കാര്യത്തിൽ എന്താണ് ഉത്തരവാദിത്തം? ഏത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലാണ് സർക്കാർ പരാജയപ്പെട്ട് എന്നൊക്കെ കൂടി എന്ന് അന്വേഷിക്കുന്നതാണ്. ഏതായാലും സിദ്ദിഖും രഞ്ജിത്തും എൻ്റെ വിനീത അഭിപ്രായത്തിൽ മാന്യന്മാരായതുകൊണ്ട് അവർ ഈ പറഞ്ഞ അന്വേഷണവും അതും FIRഉം അഭിമുഖീകരിക്കുന്നത് തന്നെ സ്ഥാനം വഹിച്ചു. ധാർമ്മികതയുടെ പേരിലാണ്, കുറ്റസമ്മതത്തിൻ്റെ പേരിലല്ല. നമ്മുടെ എത്ര രാഷ്ട്രീയ പ്രവർത്തകർ ഈ ധാർമ്മികത പിന്തുടരുന്നുണ്ട്. അവരാണല്ലോ ഇപ്പോൾ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് 4 IG മാരെ നിയോഗിച്ചത്.
ഇപ്പോൾ അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ വനിതാ പോലീസുകാർ വന്നപ്പോൾ ഒരു IG പോലും അന്വേഷിക്കാനുണ്ടായില്ലല്ലോ. അതെന്താ മാധ്യമങ്ങൾ മറക്കുന്നത്? വനിതാ പോലീസുകാരെന്താ ജീവിക്കാൻ മാർഗമില്ലാതെ മറ്റൊരു ജോലിയും കിട്ടാതെ പോലീസിൽ ചേർന്ന് വനിതാ പോലീസുകാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മുടെ മനസ്സിന് കഥനകഥയല്ലേ? സിനിമക്കാർക്ക് പറ്റിയ മാത്രമേ കഥനകഥയുള്ളൂ. മാന്യ പ്രേക്ഷകർ ഈ വിവേചനം ശ്രദ്ധിക്കണം. അതായത് സമ്പന്ന വർഗത്തിന് മാത്രം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ മാധ്യമങ്ങളും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഉണർന്ന് ഉഷാറായി രംഗത്ത് വരണു. പാവപ്പെട്ട വനിതാ പോലീസുകാർക്കോ നഴ്സുമാർക്കോ സംഭവിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ശരിയാണോ? മാന്യ പ്രേക്ഷകർ തന്നെ ഈ കാര്യത്തിൽ വിധി കൽപ്പിക്കട്ടെ. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ പങ്കുവച്ചത്. ശ്രീ ആലി പേഷ, എനിക്കൊരു മറുപടിയുണ്ട് സാർ. ബഹുമാന്യനായ രാംകുമാർ സാറ് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ്. ഹൈക്കോടതിയിൽ ഒരു സീനിയർ ജഡ്ജാണ്, അല്ല വക്കീലാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊരു കാര്യം പറയാം സാർ. ഈ അടുത്ത് ഇതിനു മുമ്പ് സിനിമയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന അവർ പറയുന്നു സിനിമയിൽ ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്, അതിൽ അടിമപ്പെട്ട് കിടക്കുകയാണ് കുറേ നടന്മാരും ഇതൊക്കെ. അപ്പം അത് വളരെ ഗൗരവമായിട്ട് സംഘടനയാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാ സംഘടന അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു വിഷയം അവതരിപ്പിച്ച ഉടനെ വലിയ ഇതായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും അല്ലല്ല അത് തന്നെ. അത് അപ്പം ഇതിന് മുമ്പുണ്ടായ സംഭവമാണ്. അത് അന്ന് വന്നപ്പോൾ അന്നിരുന്ന സാംസ്കാരിക മന്ത്രി പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അവരെ പിടിച്ചുകൊണ്ട് വരട്ടെ, തെളിവോടെ കൊണ്ടുപോവാ, ഞങ്ങൾ വേണമെങ്കിൽ നടപടിയെടുക്കാം എന്ന് ഒരു വാക്കടിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ. സാറ് ഹൈക്കോടതിയുടെ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത കമാൽ പാഷ സാർ, അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തു. ഈ മന്ത്രി എന്ത് മണ്ടത്തരോ പറയുന്നത്? ഒരു ക്രൈം നടന്നാൽ അതിനെ പോലീസ് അന്വേഷിച്ച് തെളിവെടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നാൽ നടപടിയെടുക്കാമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ സാറിനറിയാമോ ഉടൻ ചെയ്തെന്താണ്? അദ്ദേഹത്തിന് ISISന്റെ ഭീഷണിയുള്ള കമാൽ പാഷയുടെ സകല സെക്യൂരിറ്റിയും പിൻവലിക്കുകയായിരുന്നു ഉണ്ടായത്. സാർ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഇതെങ്ങനെ എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല എന്ന് സാറ് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇതൊക്കെ ഈ എമാഡത്തിനെ പോലെ തന്നെ ഒരു അധികാരമുള്ള ആളല്ലായിരുന്നു കമാൽ പാഷ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറിയതാണ്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഒന്നും ഇല്ല, എല്ലാം പിൻവലിച്ചു കളഞ്ഞു, സാറിന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ പിന്നെ എന്ത് പ്രതികരിക്കാനും സാറേ? ഇതാണ് പവർ കമ്മിറ്റി എന്ന് പറയുന്നത്, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് പവറുണ്ട്, പണമുണ്ട്, മസിൽ പവറുണ്ട്, മണി പവറുണ്ട്, എല്ലാമുണ്ട്. അവരെ നേരിടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ കമ്മിറ്റി വന്നുകൊണ്ട് അതിനാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ വിമൻ WCC എന്ന് പറയുന്ന പെൺകുട്ടികൾ ചേർന്നുണ്ടാക്കിയ ആ സംഘടന കൊണ്ടാണ് സാറേ ഇതൊക്കെ ശക്തമായത്. ഈ വിവരങ്ങളൊക്കെ വെളിയിൽ വന്ന് സാർ അത് മനസ്സിലാക്കണം. ഒത്തിരി പെൺകുട്ടികളുടെ കണ്ണീരാണ് ഇവിടെ വീണിരിക്കുന്നത്. അതിനൊക്കെ പരിഹാരം കാണണ്ടേ സാർ? അല്ലാണ്ട് അവർ ഇപ്പം മാന്യതയോടെ രാജിവെച്ചതെല്ലാം സമ്മതിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ അവർക്കൊക്കെ ഒരു മോശം സമയം കൂടെയാണ് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത അവരെ പറ്റിയെന്ന്. അതുകൊണ്ട് അവർ ചെയ്തത് മാന്യതയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് നീട്ടിക്കൊടുത്തതും സ്വയം രാജിവെക്കാനുള്ള സമയമൊക്കെ അനുവദിച്ചു കൊടുത്തതൊക്കെ നമുക്കറിയാം. അതൊക്കെ പോട്ടെ. പക്ഷേ എന്തായാലും അത് കാണിച്ചത് മാന്യത തന്നെയാണ്. സാറ് പറഞ്ഞത് ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, അത് ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷേ അല്ല, പോലീസിലും പരാതി കൊടുത്തവരുണ്ട്, പോലീസിലും പരാതി കൊടുത്തവരുണ്ട്, അമ്മയ്ക്ക് മുമ്പാകെ പരാതി കൊടുത്തവരുണ്ട്. പക്ഷേ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. പിന്നെ ഇപ്പം പലരും പറയുന്നത് ഈ കേസിൻ്റെ പുറകെ നടക്കണ്ടേ. ഇപ്പോൾ പോലീസ് FIR ഇടുന്നു, അതിൽ തുടരന്വേഷണം ഉണ്ടാവുന്നില്ല. ഇതിന് മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. ഇപ്പം പലപ്പോഴും ഇങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇരകൾ പിന്നെ പോലീസിന് മുമ്പാകെ വരുന്നില്ല, അങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസിന് മൊഴി കൊടുത്തിട്ടും ഇപ്പോഴും വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന നടിമാരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ശരിയല്ലേ ശ്രീ ആലപ്പി അഷ്റഫ്? തീർച്ചയായിട്ടും അതാ പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ, ഇത് ജസ്റ്റിസ് പറഞ്ഞിട്ട് കമാൽ പാഷയ്ക്ക് നീതി കിട്ടില്ല, പിന്നെയാണ് ഇത് നമുക്കൊക്കെ കിട്ടാൻ പോകുന്നത് സാറേ. അതാണ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ അന്നപ്പോൾ ജനരോക്ഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഈ മീഡിയ മുഴുവൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസും ഇവർ വഴങ്ങേണ്ടി വന്നത്. മീഡിയ എന്നിട്ടും അവരുടെ പേരൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് ഇപ്പോൾ മറച്ചു വെക്കാൻ പറ്റും. പക്ഷേ കോടതിയിൽ കൊടുത്തേ പറ്റൂ ഈ പേരുകളൊക്കെ. അത് നിർബന്ധമാണ്. ഇവിടെ വെച്ച് മീഡിയക്കാർക്ക് ഇപ്പോൾ കൊടുക്കത്തില്ല, ഇപ്പോൾ ജനങ്ങൾക്ക് അറിയിക്കത്തില്ല. കാരണം അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട് ഗവൺമെൻറ്റിന്. പക്ഷേ അതെല്ലാം കോടതി കൊടുത്തല്ലേ പറ്റൂ സാർ. യെസ്, അതൊക്കെ പലതേവ. എന്തായാലും
രണ്ടുപേർ രാജിവെച്ചിട്ടുണ്ട്, രഞ്ജിത്തും സിദ്ദിഖും. ഈ രാജി കൊണ്ട് പ്രശ്നങ്ങൾ ഒതുങ്ങും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇന്ന് രാംകുമാർ സാറിന്റെ നിഗമനങ്ങളാണ്. കാരണം ഇവിടെ നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളും കമ്മിറ്റികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെയൊന്നും ആരും പ്രതികരിച്ചിട്ടില്ല, മാധ്യമങ്ങളായാലും യൂട്യൂബർമാരായാലും. കാരണം ഇത് വളരെ സമ്പന്നമായ, അതിലുപരി പോപ്പുലാരിറ്റിയുള്ള, അതിലുപരി സെൻസേഷണലായ സിനിമാ നടന്മാരെന്ന് പറയുമ്പോൾ വളരെ സെൻസേഷണലായ കാര്യം. അതുകൊണ്ടാണ് ഇത് ഇത്രയും കൂടുതൽ ദിവസമായിട്ട് സ്ഥിരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 നിയമപരമായ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ കമ്മിറ്റികളെ നിയമിക്കുന്നത് 1952 എൻക്വയറീസ് ആക്ട് അനുസരിച്ചാണ്. ഇതങ്ങനെ നിയമിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നെക്കാൾ ഓരോ രാംകുമാർ സാറിന് അറിയാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് പലരും ഇരുന്നുകൊണ്ട് പല മണ്ടത്തരങ്ങളും പറയും. ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റ് നിർദ്ദേശിച്ചാൽ ഗവൺമെന്റിന് ഒരു ഡിഫാക്ടോ കംപ്ലൈന്റ് ആക്കി വെച്ചുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യാനേ പറ്റും. ഇനി പ്രതികളുടെ പേര് ഈ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയില്ല, ആരെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു FIR മാത്രം രജിസ്റ്റർ ചെയ്യാം. ആ FIR രജിസ്റ്റർ ചെയ്തത് കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വെച്ച് അന്വേഷിപ്പിച്ച് ഈ പെൺകുട്ടികളുടെ മൊഴിയെടുത്ത് ആരുടെ പേര് പറയുന്നു അവരെ പ്രതിയാക്കിയ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ റിപ്പോർട്ടിന്റെ അതിന് നിയമസാധുത വളരെ കുറവാണ്. കാര്യം ഇത് കമ്മീഷനല്ല, ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. വേണമെങ്കിൽ ഗവൺമെന്റ് വാദിയായിട്ടൊരു FIR രജിസ്റ്റർ ചെയ്യുക. അതാണ് എന്റെ നിയമപരമായ ഒരു ഭാഗം. പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കുറച്ച് പാരഗ്രാഫിൽ കുറെ കാര്യങ്ങളുണ്ട്, 13, 14, 17 വരെ. അതിൽ ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സിബിറ്റ് A3 ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ പബ്ലിക്കേഷൻ. അതിനുശേഷമുള്ള ഫോൺ മെസ്സേജുകൾ, ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ നോട്ടീസ് കൊടുത്ത് ഒരു പെൺകുട്ടി പോലും തയ്യാറായില്ലെന്നാണ് 13 മുതൽ 17 വരെയുള്ള പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് 36 മുതൽ 40 വരെ എല്ലാം ഞാൻ പറയുന്നത് 40ാമത്തെ പാരഗ്രാഫിൽ ഇപ്പോൾ രാംകുമാർ സാർ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാത്രം ഞാനൊന്ന് വായിക്കാം. ഐഡന്റിറ്റി ഓഫ് മെൻ ആൻഡ് വിമൺ വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ബോത്ത് മെൻ ആൻഡ് വിമൺ ആൻഡ് ദ ഫിലിം ഇൻഡസ്ട്രി. ഇതാണ് പാര 40ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫിലിം ഇൻഡസ്ട്രിയുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഐഡന്റിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പേജ് പാര 51 ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മെയിൽ ആർട്ടിസ്റ്റിനെതിരെ പോലും പീഡനങ്ങൾ വന്നിട്ടുണ്ട്. ആരെങ്കിലും ചർച്ച ചെയ്തു? സം പ്രോമിനന്റ് മെയിൽ ആർട്ടിസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട മെയിൽ ആർട്ടിസ്റ്റുകൾക്കെതിരെ പോലും പീഡനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് അതിന്റെ ഒരു ഭാഗം. ഇത് ഈ കേസെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ ഒരു കേസുണ്ട്, തനുശ്രീ ദത്ത വേഴ്സസ് നാനാ പടേക്കർ. രാംകുമാർ സാറിനൊക്കെ അറിയാവുന്നതാണ്. നാനാ പടേക്കർ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സിനിമ നടനാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണ്. ഈ കേസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ഈ കേസ് ഹൈക്കോടതി തള്ളി, പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി തള്ളിക്കളഞ്ഞു. കാര്യം എന്തറിയോ, ഇതിനകത്ത് ഇടാവുന്ന സെക്ഷൻ ഇപ്പൊ 2 പേരും ഇവിടെ രാജിവെച്ച കാര്യം പറഞ്ഞു. ഒന്ന് രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം എന്ന് പറയുന്നത് 2009 പാലേരി മാണിക്യൻ സിനിമയുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. 15 വർഷം കഴിഞ്ഞു. ഇവിടെ മുമ്പേ അഷഫ് അറിഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. അവരേതെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്? ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു. ആ പെൺകുട്ടി 2019 5 വർഷം കഴിഞ്ഞു. എവിടെയെങ്കിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യണം, പരാതി കൊടുക്കണം, ശിക്ഷിക്കപ്പെടണം എന്നാണ് എന്റെ താല്പര്യം. അഭിഭാഷകൻ എന്നുള്ളതിലും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും ശിക്ഷിക്കപ്പെടണം. ഞാൻ ഈ കേസിന്റെ കാര്യം പറയാൻ നമ്പ്യാരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തനുശ്രീ ദത്ത വേഴ്സസ് നാനാ പടേക്കർ പറഞ്ഞിരുന്നത് ഇതിനിടാവുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അതിന് മുന്നോട്ടുള്ള ഞാൻ പറയുന്നില്ല, പുറത്തു വന്നിരിക്കുന്ന ഒഫൻസുകൾ ഇടാവുന്നത് 354 പുതിയ BNS അനുസരിച്ച് 74 ആണ്. 354 ABCD 2013 വന്ന അമെന്റ്മെന്റ് ആണ്. ആ 2013 വന്ന അമെന്റ്മെന്റിന് ശേഷമുള്ളത് റിട്രോസ്പെക്റ്റീവ് ഇല്ല. അപ്പൊ 2009 കേസിൽ അത് ഇട്ടാൽ നിൽക്കില്ല. 1 2 ഈ കേസുകൾ കൊടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. എന്നെക്കാൾ നല്ലപോലെ രാംകുമാർ സാർ അറിയാം. 468(2) പഴയ CRPC, ഇപ്പോഴത് മാറി 549 BNSS. നോ കോർട്ട് ക്യാൻ ടേക്ക് കോഗ്നൈസൻസ് ഓഫ് ഒഫൻസ് പണിഷബിൾ ബൈ 3 years after 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഒഫൻസ് അലജഡ് ഒഫൻസ് കമ്മിറ്റഡ്. അത് വെച്ചാണ് ഈ തനുശ്രീ ദത്ത കേസസ് നാനാ പടേക്കർ കേസ് തള്ളിപ്പോയത്. അതർവൈസ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് വിത്ത് വെരി പ്യുവർ എക്സ്പ്ലനേഷൻ. ഇത് സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സ് ആണ്. ഈ പറഞ്ഞ കേസുകൾക്കകത്ത് 354, ഇപ്പോഴത്തെ 74, 75, 76, 77
ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം ഇതിന്റെയൊക്കെ ശിക്ഷ മാക്സിമം 3 years ആണ്. അങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒന്നത്. രണ്ട്, ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു ഈ പെൺകുട്ടികളുടെ അതേ പേര് ഡിസ്ക്ലോസ് ചെയ്യരുത്, അവര് മുന്നോട്ട് വരട്ടെ. പിന്നെ FIR എടുക്കാം. ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവർ ധൈര്യമായിട്ട് വന്ന് മൊഴി പറയട്ടെ, അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ. പിന്നെ പീഡനങ്ങൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു DGP, ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാണല്ലോ IAS IPS സാർ, പഞ്ചാബിലെ DGP രാജിവെച്ചു. ആരെയാ പിടിച്ചത്? അഡീഷണൽ DGP, ഒരു വനിത, 53 വയസ്സുള്ള ഒരു സ്ത്രീ. കാര്യം പിടിച്ചതിന് പഞ്ചാബിലെ DGP രാജിവെച്ചു. MLA മാർ, കേരളത്തിലൊരു മന്ത്രി രാജിവെച്ച ഒരു IAS ഓഫീസർ കടന്നു പിടിച്ചതിന് ഒരു മന്ത്രി ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളതിന് കോമൺവൽക്കരിച്ച് പോകണ്ട. അത് അല്പം കൂടുതൽ സിനിമാ മേഖലയിലാണ്. അതിന് കൂടുതൽ പരസ്യം വരാൻ കാര്യം എന്താ? ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ താരപരിവേഷമുള്ള നടന്മാരും നടികളും നിൽക്കുന്നതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ ഞങ്ങളുടെ പരിപൂർണമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇതിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ശിക്ഷിക്കപ്പെടണം. പക്ഷേ അവിടെ ഒരു പരാതിക്കാരി വേണം, കംപ്ലൈനന്റ് വേണം. ഈ പരാതിക്കാരി രഹസ്യമായിട്ട് നിൽക്കുന്നു. അതാണ് ഹേമ കമ്മിറ്റി ഞാൻ പറഞ്ഞ 13 മുതൽ 17 വരെയുള്ള പാരഗ്രാഫിൽ പറയുന്നത്. അവസാനം എന്തിന് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു. ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മുന്നിൽ പോലും മൊഴികൾ കൊടുക്കാൻ ഈ പെൺകുട്ടികൾ തയ്യാറാകാതെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തി. അവിടെ ഭയന്ന് മൊഴികൾ കൊടുത്ത ഈ പെൺകുട്ടികൾ നേരെ വന്ന് മൊഴികൾ കൊടുക്കണം. അതിനവർ തയ്യാറായി കഴിഞ്ഞാൽ ഒരു നിയമത്തിന് ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒഫൻസ് അത്ര ഗ്രേവായിട്ടുള്ള ഒഫൻസാണ്. അങ്ങനെയുള്ള ഒഫൻസ് വരുമ്പോൾ അവർ ശക്തമായിട്ട് മുന്നോട്ട് വന്ന് മൊഴി കൊടുത്താൽ തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും. പിന്നെ ഡിലേയുടെ പ്രശ്നമുണ്ട്. അതിനേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അത് കോടതിക്ക് വളരെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ആ കേസ് എടുക്കാൻ പറ്റൂ. പിന്നെ പോക്സോ കേസുകൾക്ക് ആ ഡിലേ പ്രശ്നമല്ല. അതുപോലെ തന്നെ റേപ്പ് തുടങ്ങിയ കേസുകൾക്ക് ഡിലേ പ്രശ്നമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം 3 വർഷത്തിൽ താഴെ ശിക്ഷ വരുന്നതാണ്. ഈ വെളിപ്പെടുത്തിയ 2 കാര്യങ്ങൾ, ഒന്ന് രഞ്ജിത്തിനെതിരെ വന്നതും ഒന്ന് സിദ്ദിഖിനെതിരെ വന്നതും, അതിനൊക്കെ അവർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇവിടെ എല്ലാവരും ഗവൺമെന്റിനെതിരെ പറയുന്നു. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നിയമമില്ല. ആ നിയമം ഇല്ലാത്തടത്തുകൊണ്ട് അവിടെ ഒരു പരാതി നടന്നാൽ, ഒരു പെൺകുട്ടിയെ ആക്രമിച്ചാൽ ആ പെൺകുട്ടി മുന്നോട്ട് വന്ന് പരാതി കൊടുക്കണം. പിന്നെ നേരത്തെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. ആ ലഹരി കേസിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി. പലരും ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, ഒരാൾ പോലും പരാതി കൊടുക്കാൻ വന്നില്ല. ഇപ്പോൾ കൊല്ലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലഹരി കച്ചവടം നടക്കുന്നു പറഞ്ഞാൽ പോലീസിന് എങ്ങനെ കേസെടുക്കാൻ പറ്റും? പാർട്ടിക്ക് പോലീസും കോടതിയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലുള്ളവർക്ക് അവരുണ്ടാക്കി വെച്ചൊരു നിയമമുണ്ട്. അല്ലാതെ നമ്മൾ ഈ നിയമവാഴ്ചയ്ക്ക് പിന്നെ കീഴ്പ്പെട്ടുകൊണ്ട് അല്ല ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ലോകത്ത് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസൃതമായി മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് ശരിയാണ്. എവിടെയെങ്കിലും പിടി വീഴണ്ടേ? ഇപ്പോൾ ഹേമ കമ്മിറ്റിയെ മാറ്റിവെക്കാം. ഹേമ കമ്മിറ്റിയുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പീഡിപ്പിക്കപ്പെട്ട പലരും തുറന്നു പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും അതുപോലെ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ മൊഴി നൽകാം എന്നതിനെക്കുറിച്ചൊന്നും ഒരുപക്ഷെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തിയവർക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരെ ആരും അറിയിച്ചിട്ടുണ്ടാവില്ല. ആ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊരു അടിസ്ഥാനമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നു. അതിന് നമുക്ക് ലാഘവത്തോടെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അനിൽ നമ്പ്യാരെ രാംകുമാർ സാർ അതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടികളെല്ലാം നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്. പിന്നെ ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്നാണ്. ഇഗ്നറൻസ് ഓഫ് ഫാക്ട് എക്സ്ക്യൂസബിൾ ആണ്. ഞാൻ ഒരാളിനെ കൊന്നിട്ട് കൊല ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന വരെയുള്ളൂ. അതൊരിക്കലും ശരിയല്ല. പിന്നെ ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ ഒരു കാര്യം പറഞ്ഞല്ലോ. അവരായിട്ട് 1970-കളിൽ തിളങ്ങി ഒരു നടിയല്ലേ. അന്ന് മുതലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിലല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കുമായിട്ട് അത് ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനകത്ത് തർക്കമൊന്നുമില്ല. ആരെങ്കിലും പറയാം അനുവദിച്ചു കൊടുക്കാൻ, സ്ത്രീകളെ പീഡിപ്പിക്കാൻ ആർക്കും അതിനു. സ്ത്രീകളെ മാത്രമല്ലല്ലോ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്ന പ്രോമിനന്റ് മെയിൽ ആർട്ടിസ്റ്റുകൾക്ക് വരെ പീഡനം ഉണ്ടായിട്ടുണ്ട്. പാരാ 51 പറയുന്നതാണ്. അപ്പോൾ പീഡനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യണം, ശക്തമായ നടപടി എടുക്കണം. മാനസിക പീഡനമായിരിക്കും. അല്ല, എന്തോ പീഡനങ്ങൾ എങ്ങനെയായിരുന്നു? ലൈംഗിക പീഡനത്തെക്കാൾ ക്രൂരമായിരിക്കും ചില സമയത്ത് വരുന്ന മാനസിക പീഡനം. നമുക്ക് തടയാൻ പറ്റാതെ. ഇന്നൊരു സിനിമ, ഒരു CID മുൻസാൽ അഭിനയിച്ചൊരു സിനിമാ പറഞ്ഞല്ലോ,
ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് എന്നെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, അത് എന്ത് നിയമം എടുക്കുക, കാര്യം പുരുഷനെ പീഡിപ്പിച്ചാൽ നിയമം ഇല്ല ഇന്ന് വന്നതാണ്. ഒരു CID ന്യൂസിലെ വില്ലനായിട്ട് അഭിനയിച്ച് അദ്ദേഹം പറഞ്ഞ എന്താ, കൊച്ചി രാജാവിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, വർഷങ്ങളായിട്ട് എന്നെ ഒരു സ്ത്രീ വർഷങ്ങളോളം എന്റെ ഭാര്യയ്ക്ക് പോലും വിട്ടുകൊടുക്കാതെ എന്നെ കീപ്പായിട്ട് കൊണ്ടു നടന്നതാണ് ആ പയ്യൻ പറഞ്ഞത്. അപ്പൊ അതെന്താ, അതിന് നിയമമില്ല ഇവിടെ. പുരുഷനെ പീഡിപ്പിച്ചാൽ അതിനെടുക്കാനുള്ള നിയമമില്ല. അപ്പൊ അതും ഉണ്ട്, അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമാ മേഖലയെന്നല്ല, ഏതൊരു മേഖലയിലും ഉണ്ടാകുന്ന പീഡനമായാലും ഇങ്ങനെയുള്ള എല്ലാവിധ ചൂഷണങ്ങളും ഇല്ലാതാക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും ഒരു ദിവസം കൊണ്ട് വിചാരിച്ചാൽ തീരുന്ന കാര്യമല്ല. കാരണം ഇതിനകത്ത് അതിൽ തന്നെ കുറെ അധികം പങ്കാളികൾ ഇതിനകത്ത് കൂട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പല വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് പല കഥകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു നക്ഷത്ര വേശ്യാലയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിനിമാ ഗോസിപ്പുകളും എല്ലാം ഇപ്പൊ ദിവസേന പുറത്തു വന്നു. എന്നെക്കാൾ വളരെ വ്യക്തമായിട്ട് ശ്രീ ആലപ്പി കൃഷ്ണപ്പനൊക്കെ അറിയായിരിക്കുമല്ലോ, വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും പലരും ഇപ്പോൾ വന്ന് പല കാര്യങ്ങളും പറയുന്നു. ഇതിനകത്തൊക്കെ എന്താണ് യാഥാർത്ഥ്യം, ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ലതുപോലെ അറിയാം. ഇതെല്ലാം പരിപൂർണമായിട്ട് ഇല്ലാതാക്കേണ്ടതാണ്. നമ്മൾ ശ്രമിച്ചാൽ പരിപൂർണമായി നടക്കില്ല എങ്കിൽ പോലും ഇതിനൊരു നിയമത്തിന്റെ അഭാവമല്ല. പലരും പറയുന്നത് ഇവിടെ നിയമം ഇല്ലാഞ്ഞിട്ടാണ്. ആരെ പീഡിപ്പിച്ചാലും അതിന് നിയമമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് സ്ത്രീയെ, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രശ്നം 2017 ആ സംഭവം ഉണ്ടായത്. ആ പെൺകുട്ടി ശക്തമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോഴല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. ഒരു സിനിമാ നടിയെ അനധികൃതമായിട്ട് പീഡിപ്പിച്ചപ്പോൾ അത് ഇഷ്യൂ ആവുകയും മുന്നോട്ട് വരികയും ആ പെൺകുട്ടി തയ്യാറായി. ആ പെൺകുട്ടി മാറി നിന്നിരുന്നെങ്കിൽ ഈ സംഭവം ഒന്നും പുറത്തു വരില്ല. അപ്പൊ പെൺകുട്ടി, അതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ സധൈര്യം മുന്നോട്ട് വരട്ടെ. സധൈര്യം മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിധി വരെ, പരിപൂർണമായിട്ട് നമ്മൾ പറയുന്നില്ല, അത് ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള കുറെ സംഭവം നടന്നുകൊണ്ടിരിക്കും. ഒരു പരിധി വരെ സിനിമാ മോഹങ്ങൾ അവർ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും. അതെ, ഇത് സിനിമാ മോഹങ്ങളല്ലല്ലോ. ഇവിടെ ജോലിക്ക് വേണ്ടി പോകുന്ന എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ നിരപരാധികളായി എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അതൊക്കെ ബലദേവ്, നമുക്ക് എല്ലാ മേഖലകളും വിടാം. ഇപ്പോൾ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ആകർഷിക്കപ്പെടുന്ന, ആകർഷരാകുന്ന ആളുകളാണല്ലോ അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ മുഖം കാണിക്കണം, അഭിനയിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും അത് സഹിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ നേരത്തെ ആലപ്പി അഷ്റഫ് പറഞ്ഞതുപോലെ അതിക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, തുറന്ന് പറയുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു 2015 സംഭവമാണല്ലോ, ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത്. അന്നൊരു പക്ഷേ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായിരിക്കാം. അതിന് അവർ അതൊക്കെ പലത് സിനിമാ മേഖലയിൽ നിന്ന് എത്ര പേരുടെ പിന്തുണ കിട്ടും? 2009 ഈ പറഞ്ഞ നടിക്ക് എന്ത് തടസ്സമായിരുന്നു ഉള്ളത്? 15 വർഷങ്ങൾക്ക് ശേഷം എന്ത് തടസ്സമായിരുന്നു? പിന്നെ 2000 സിദ്ദിഖിനെതിരെ പറഞ്ഞ നടി, ആ പെൺകുട്ടി ഇപ്പൊ സിനിമയിലേ ഇല്ല. അപ്പൊ എന്തോ ആയിരുന്നു അതിന് തടസ്സം? നിയമ തടസ്സം എന്തുമായിരുന്നു? അഭിനയിക്കുന്നവർക്കാണെങ്കിൽ നമ്പ്യാർ പറയും ശരിയാണ്, ഇപ്പോഴും സിനിമയിൽ നിൽക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്, അവർക്ക് അഭിനയത്തിനോ അല്ലെങ്കിൽ ചാൻസിനോ വേണ്ടി ഒരു പക്ഷേ അവർ വശംവദരായി എന്ന് പറയാം. ആ മേഖലയുമായി ബന്ധമില്ലല്ലോ. ഈ പെൺകുട്ടി പശ്ചിമ ബംഗാളിലെ പെൺകുട്ടിയാണ്, അതിന് കേരള ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ട് ഈ 15 വർഷമായിട്ട് അത് വെളിപ്പെടുത്തിയില്ല? പിന്നെ സിദ്ദിഖിനെതിരെ പറഞ്ഞ പെൺകുട്ടി സിനിമാ മേഖലയായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് എന്തുകൊണ്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. യെസ്, ജോസ് തോമസ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് ഈ സംവാദത്തിൽ. അഡ്വക്കേറ്റ് രാംകുമാറും അതുപോലെ അഡ്വക്കേറ്റ് ബലദേവും കൃത്യമായിട്ട് പറഞ്ഞു. അതായത് എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല, ഇപ്പോൾ ഇതിപ്പോൾ വൈകിയിരിക്കുന്നു. നിയമത്തെക്കുറിച്ച് പിന്നെ വലിയ പരിജ്ഞാനം വേണമെന്നൊന്നുമില്ല, പക്ഷേ എങ്കിലും കാര്യങ്ങൾ അറിയാം. പീഡിപ്പിക്കപ്പെട്ടാൽ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും, FIR രജിസ്റ്റർ ചെയ്യും, തുടർ നടപടികൾ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ അജ്ഞതയുള്ളവരല്ല ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ. എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല? എന്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടന്നില്ല? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശ ശുദ്ധിയിൽ സംശയമുണ്ട് എന്ന രീതിയിലാണ് അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ സാറുണ്ട്, അഡ്വക്കേറ്റ് ബലദേവുണ്ട്. അവര് നിയമ പണ്ഡിതരാണ്. ഞാനൊരു നിയമജ്ഞനല്ല. പക്ഷേ പല നിയമജ്ഞരുമായി സംസാരിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. അത് തെറ്റാണെങ്കിൽ അവർക്ക് പറയാം. ജസ്റ്റിസ് ഹേമ, അവർ ജസ്റ്റിസാണ്. അവര് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ വന്ന് പരാതി പറഞ്ഞ പെൺകുട്ടികൾ, അവർ കണ്ണീരോടെ പരാതി പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. അവർ ജസ്റ്റിസ് ആയതുകൊണ്ട് തന്നെ അത് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഒന്നാം പ്രതി ഹേമയാണ്, ജസ്റ്റിസ് ഹേമയാണ് എന്നാണ് നിയമജ്ഞർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചെന്നൈയിലെ ഒരു റിട്ടയർഡ് ജഡ്ജ് പറഞ്ഞ കാര്യമാണ്. ഒരു സാധാരണ പൗരന് പോലും ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ഉണ്ടെന്ന് അറിഞ്ഞാൽ കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയാം. സാധാരണ മനുഷ്യർ ചിലപ്പോൾ ആ നിയമത്തിൽ അജ്ഞരായിരിക്കും. പക്ഷെ ജസ്റ്റിസ് ഹേമ അങ്ങനെയല്ലല്ലോ. അവർക്ക് കൃത്യമായി അറിയാമല്ലോ എന്താണ് നിയമം. പല പെൺകുട്ടികളും വന്ന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ആ കേസ് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ജസ്റ്റിസ് ഹേമയ്ക്ക് കഴിയുമായിരുന്നല്ലോ. ചെയ്തില്ല. അത് മാത്രമല്ല, അവർ സർക്കാരിന് കൊടുത്ത കത്തെന്താണ്? ഇത് പുറത്തുവിടരുത്, ഒരിക്കലും പുറത്തറിയരുത്. എന്തിനു വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്? പിന്നെ ഈ റിപ്പോർട്ടിൽ മൊഴി കൊടുക്കാൻ വന്ന, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാൻ വന്നവരല്ല ഇപ്പോൾ സിദ്ദിഖിന്റെയും നജീബിന്റെയും പേര് പറഞ്ഞത്. അവർ പരാതിയുമായി വന്നത് ഈ ഇഷ്യൂ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അവർ ചാനലിൽ വന്നിരുന്ന് പരസ്യമായി അങ്ങ് പറയുന്നു. ഇതിനകത്ത് ബംഗാളിലുള്ള ഒരു നടി ഇങ്ങനെ കേരളത്തിൽ വന്ന് ചാനലിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുത്തതിന്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും. ഇതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗം തന്നെയാണ്. രഞ്ജിത്തിനോട് വ്യക്തിവൈരാഗ്യമുള്ള ആരോ, ഞാൻ പേര് പറയുന്നില്ല, ആ സ്ത്രീയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇത് മനഃപൂർവ്വമാണ്. സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ, സിദ്ദിഖിന്റെ സ്വഭാവത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്. അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പരസ്യമായി പറയുന്നത് വ്യക്തിക്ക് അല്ലെങ്കിൽ അവഹേളനം അത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത് മൊത്തത്തിൽ ചലച്ചിത്ര രംഗത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ, അല്ലെങ്കിൽ അവിടെ മുഴുവൻ സ്ത്രീകളുടെ ശരീരം മോഹിക്കുന്നവരാണ്, ദാഹിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമേ ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയിൽ പേര് പരാമർശിക്കുന്നവർ, ഇരകൾ വേണ്ട, വേട്ടക്കാരുടെ പേരെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇപ്പോഴും എന്റെ സംശയം അതാണ്. ഹൈക്കോടതി ഈ പേരുകളെല്ലാം അല്ലെങ്കിൽ ആ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തുവിട്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? നടപടിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ ഇരകൾ എന്ന് പറയുന്നവർ വന്ന് പരാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പരാതിയുടെ ഭാഗമായി തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കാമെന്നാണ് നിയമജ്ഞർ പറയുന്നത്. അങ്ങനെ ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ വേട്ടക്കാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇവിടെ സർക്കാരിന് ആരെയും സംരക്ഷിക്കാനുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ LDF വിരുദ്ധനാണ് അല്ലെങ്കിൽ CPM വിരുദ്ധനാണ് അതുകൊണ്ട് സംസാരിക്കുന്നതെന്ന് പറയുക അല്ല. ഇത് ഇത്രയും വഷളാക്കിയത് ഈ സർക്കാർ തന്നെയാണ്. ഇത് പ്രതിപക്ഷം പറയുന്നത് പോലെ അങ്ങനെയല്ല. ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതെന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നു? പൂഴ്ത്തിവെച്ചാൽ ആരുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്? അപ്പോൾ തെറ്റ് ചെയ്തവരുടെ ജീവിതം ഇല്ലാതാകുമെന്നാണോ, അതോ തെളിവ് തന്നവരുടെ, മൊഴി തന്നവരുടെ ജീവിതം ഇല്ലാതാകുമെന്നാണോ? മൊഴി തന്നവരുടെ പേരുകൾ പറയണ്ട, അത് കോടതിയിൽ രഹസ്യമായി വെക്കട്ടെ. തെറ്റ് ചെയ്തവരുടെ പേര് പുറത്തു വരാമല്ലോ. ഇപ്പോൾ ചാനലിൽ നിന്ന് പരസ്യമായി 2 സ്ത്രീകൾ പറയുന്നു, 2 പേരുടെ പേരുകൾ പറയുന്നു. അവർ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന്. അത് ശരി തന്നെ. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഈ സ്ത്രീയോട് ഒരു ചാനൽ അവതാരകന് ചോദിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം പരാതിപ്പെടാതിരുന്നത്, അല്ലെങ്കിൽ FIR ഇട്ട് ഒരു കേസിന് പോകാതിരുന്നത്? അതിന്റെ പുറകെ നടക്കാനുള്ള മടി കൊണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. വീണ്ടും ചില നടന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞിരിക്കുന്നു, സെറ്റിൽ വെച്ച് കടന്നു പിടിച്ചു, ഏത് 10-12 വർഷം മുമ്പ്. ഈ ഒരു രീതി സിനിമ പറഞ്ഞോളൂ. അത് സിനിമാ പ്രവർത്തകരോട് ചെയ്യുന്ന അവഹേളനമാണ്. ഇവിടെ ചില സംഘടനകൾ മറ്റ് സംഘടനകളെ തകർക്കാനുള്ള ശ്രമം, ഞാൻ തുറന്നു പറയാം, ഞാനും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ഷെഫ്ക. 8000-ലധികം സിനിമാ തൊഴിലാളികൾ, സംവിധായകർ മുതൽ ലൈറ്റ് ബോയ്സ് വരെ, ഡ്രൈവേഴ്സ് വരെ വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മറ്റൊരു സംഘടന നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ചിലർ എഴുതി കൊടുത്ത ഡാൻസേഴ്സ് യൂണിയനിൽപ്പെട്ട ഒരു പെൺകുട്ടി മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ അവരോടുള്ള ചോദ്യങ്ങൾ അവർ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ഡ്രസ്സ് മാറുമ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ? നിങ്ങളെ സെറ്റിൽ പീഡിപ്പിക്കാറുണ്ടോ? ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ 12 വർഷമായി സിനിമയിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ജസ്റ്റിസ് ഹേമ ചോദിച്ചത് എന്താണ്? നിങ്ങൾ ആരെ ഭയപ്പെട്ടിട്ടാണ് സത്യം പറയാതിരിക്കുന്നത്? ഞാൻ പെൺകുട്ടി പറഞ്ഞു, സത്യം പറയുന്നതിന് ആരെയാണ് പേടിക്കേണ്ടത്? എനിക്കാരെയും ഭയമില്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് മറ്റാരുടെയോ പ്രേരണയാൽ ചിലരെ കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചതുപോലെയാണ്.
തോന്നുക. ആ റിപ്പോർട്ടുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പുറത്തുവിടട്ടെ, ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന അടവെച്ചിരിക്കുന്ന ആ പേരുകളെല്ലാം കൂടെ പുറത്തുവിടട്ടെന്നേ. ആരെയാണ് ഭയപ്പെടുന്നത്? പ്രമുഖരുടെ പേരുകൾ പുറത്തുവിടട്ടെ അല്ലേ? തീർച്ചയായും ഇതിൽ കുറ്റവാളി എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തുവിടണം. ഇതെന്തൊരു രഹസ്യമാക്കി വെക്കണം? അതാണ് ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ ശക്തമായ പ്രതികരണം അങ്ങനെ തന്നെയാണ്. അല്ല, വിവരാവകാശ കമ്മീഷൻ പോലും 21 പേജുകൾ പുറത്തുവിടരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ സർക്കാർ 121 ഖണ്ഡികകൾ, 21 പാരഗ്രാഫുകൾ പുറത്തുവിടരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ 129 ഖണ്ഡികകൾ സർക്കാർ പുറത്ത് വിട്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിനും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാരിന് മാത്രമല്ല, മറ്റു ചിലർക്കും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. രാമസിംഹൻ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? നമസ്തേ. നമസ്തേ. ഇതില് വിഷയത്തെ എങ്ങനെ കാണുന്നു വെച്ചാല്, ഇപ്പൊ അവിടെ കൊടുത്ത മൊഴികളൊക്കെ ജോസ് തോമസ് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇതെങ്ങനെ പുറത്തു വന്നു? അതെങ്ങനെ ജോസ് തോമസ് അറിഞ്ഞ അവിടെ ഇത്ര ചോദ്യങ്ങൾ ചോദിച്ചു? അതെനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. അപ്പൊ അവിടെ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ സിനിമാ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ 4 കൊല്ലം ഇത് അടവെച്ച് വിരിയാൻ വെച്ചത്. അപ്പൊ ഇതില് പിന്നെ നേരത്തെ പറഞ്ഞു കേട്ടു, ഒരു തെറ്റ് 15 വർഷം കഴിഞ്ഞിട്ട് വിളിച്ച് പറയുന്നതില് അത്ഭുതം തോന്നുന്നൊക്കെ. നമുക്കറിയാലോ ഈ രാജൻ കൊലക്കേസിലൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഏത് സമയത്ത് വേണമെങ്കിലും ഏത് കേസ് ഏറ്റെടുക്കാം. ഏത് സമയത്തും ഒരു ഇരയ്ക്ക് കാര്യങ്ങൾ അതെ, വർഗീസിനെ വിളിച്ചെന്ന അതേപോലെ തന്നെ രാജന്റെ കേസ് കുറെ കാലത്തിന് ശേഷമാണ് അത് പുറത്തേക്ക് വന്നത്. അതിപ്പോ കാലം എന്നില്ല, ഇനിയും കേസെടുക്കാം, ഇനിയും ആ കേസെടുക്കാം. അപ്പം കേസിന് അങ്ങനെ ഇത്ര കാലത്തിന് ശേഷം എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാലം മുമ്പ് എടുക്കണം എന്നുള്ള നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഒരു ചതിക്കപ്പെട്ട ഒരു സ്ത്രീ അന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് അതിന് ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് മാധ്യമങ്ങളുണ്ട്, നവമാധ്യമങ്ങളുണ്ട്, അവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് അങ്ങനെയല്ല. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സ്ത്രീകൾ അന്ന് ഇത് പറയാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ ആളുകൾക്ക് പിന്നീട് സിനിമയുണ്ടായിട്ടില്ല. അവർ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള കാര്യവും ശരിയാണ്. എന്തിനാണ് ഇത്ര ഇപ്പൊ FK-ലൊക്കെ എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ 14 കൊല്ലമായി എന്നെ പുറത്താക്കിയിട്ട്. എന്തിനാ പുറത്താക്കിയെന്നൊന്നും ഇപ്പൊ FK-യുടെ ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്തത് തെറ്റെന്താണ്? തിലകൻ എന്നൊരു മഹാനടനെ വെച്ച് ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. അന്ന് മുതൽ എന്റെ അന്നം കൂടി മുട്ടിച്ചതാണ്. ഇപ്പൊ ഘോര പ്രസംഗിക്കുന്നവരെന്ന് പറയട്ടെ, എന്ത് തെറ്റാണ് രാമസിംഹൻ ചെയ്തതെന്ന്. അപ്പൊ അതല്ല, അന്ന് ഈ വിനയന്റെ പടത്തിൽ അഭിനയിച്ചവരെ അവരൊക്കെ കഞ്ഞുകുടി മുട്ടിയിട്ടാ മരിച്ചത് പലരും. ഇതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ സ്ത്രീകൾ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബംഗാളിലുള്ള പശ്ചിമ ബംഗാളിലെ ഒരു സ്ത്രീക്ക് വന്നിട്ട്, കൽക്കട്ടയിലെ സ്ത്രീ വന്നിട്ട് ഈ രഞ്ജിത്തിന് ഈ സമയത്ത് എന്തിനാണ് പ്രത്യേകിച്ച് അവർ തമ്മിൽ വൈരാഗ്യമുണ്ടോ? ഇപ്പൊ ചോദിച്ചോ? അന്ന് ഇങ്ങോട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടാ വരുത്തി, തിരിച്ച് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ ഒരു ഓഡിഷന് ഇത്രയും അറിയപ്പെടുന്ന നടിയൊക്കെ വിളിച്ച് ഓഡിഷൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണിത്? സ്പീൽബർഗ് ആണോ രഞ്ജിത്ത്? അതൊക്കെ ആ ചോദ്യത്തിന് കാരണം അവര് അഭിനയിക്കുന്ന സ്ത്രീയാണ്, അവരുടെ ഫുട്ടേജ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ വിളിച്ചു വരുത്തിയത്. ഇപ്പൊ സത്യം വിളിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കൊഞ്ഞനം കുത്തിയിട്ടൊന്നും കാര്യമില്ല. സിനിമയില് ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന് നമ്മൾ 14 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. അന്ന് തെലുങ്കാന പറഞ്ഞത് മാഫിയ സംഘമെന്ന്. ഇന്ന് തെളിഞ്ഞിരിക്കുന്നു മാഫിയ സംഘമുണ്ടെന്ന്. ഇന്ന് ഒരു കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ മാഫിയ കമ്മിറ്റി സംഘമുണ്ടെന്ന്. ആ സംഘത്തിന്റെ പേര് പുറത്തുവിടാത്തത് ഇപ്പൊ ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ആൾക്കാരുടെ പ്രശ്നമല്ല. സർക്കാർ ഈ സംഘത്തിന് എന്താ പറയുക കൂട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇരക്കൊപ്പം ആരും ഇല്ല, വേട്ടക്കാർക്കൊപ്പമാണ് മൊത്തം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇത് ഇപ്പൊ ഭരിക്കുന്നത് വേട്ടക്കാരാണ്. നമുക്ക് പാർട്ടിയുടെ അവസ്ഥ അറിയാലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്രത അളക്കുന്ന അത്രയും തീവ്രത ഉണ്ടാവില്ല. ഇപ്പൊ വള തൊട്ടു, അത് കഴിഞ്ഞ് കഴുത്തെ തൊട്ടു എന്ന് പറയുമ്പോൾ തീവ്രത കുറച്ച് കുറവാണ്, കേസെടുക്കണോ എന്നുള്ള ചിന്തയായിരിക്കും മന്ത്രിക്ക് ഇന്നലെ ഉണ്ടായത്. ഇന്ന് രാജിവെച്ച് പുറത്തു. കാരണം ജനങ്ങൾ ഇന്ന് പണ്ടത്തെ അവസ്ഥയല്ല. ഇന്ന് ജനങ്ങൾ അറിയുന്നുണ്ട് മലയാള സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം സുഖകരമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. രണ്ടുകൊണ്ട്
ഇതേപോലെ ഈ കാസ്റ്റിംഗ് നടത്തിയിട്ട് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യം എല്ലാ സിനിമക്കാർക്കും അറിയാം. ഇതൊന്നും എന്താണ് മറ്റേ അടച്ചിട്ടാലൊന്നും അത് ആരും കണ്ടില്ല എന്ന് ധരിക്കരുത്. എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ലേ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ഗുണ്ടായുസത്തിന്റെ ഒക്കെ പരിണത ഫലം ഇന്നും അനുഭവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇപ്പം ഈ തിലകന്റെ ആത്മാവ് ചിരിക്കുന്നുണ്ടാകും. കാരണം അന്ന് അദ്ദേഹം വിളിച്ച അതേ വിളി ഇന്ന് പൊതുസമൂഹം മൊത്തത്തിൽ വിളിക്കുകയാണ് മലയാള സിനിമയെ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ സംഘടനകൾക്ക് തന്നെയാണ്. അതിനു മുന്നേ മലയാള സിനിമ ഉണ്ടായിരുന്നല്ലോ, തർക്ക പരിഹാരം ഉണ്ടായിരുന്നല്ലോ. ഇത് ഒരു കൂട്ടം എന്താണ് ഗുണ്ടകൾ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ഒരു കൂട്ടം ഗുണ്ടകൾക്ക് എങ്ങനെ വേണമെങ്കിൽ മേഞ്ഞു നടക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണ്ടായുസം എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തല്ലാൻ വന്നിട്ടുണ്ട്. ഈ ബി ഉണ്ണികൃഷ്ണൻ തല്ലാൻ വന്നിട്ടുണ്ട്. തന്നെ എന്റെ സിനിമ സെറ്റിൽ വന്നിട്ട് വർക്കേഴ്സിനെ വർക്ക് ചെയ്യുന്നതിന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. തെളിവ് ഞാൻ തരാം. 14 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന തെളിവ്. അല്ലാതെ പരാതി കൊടുത്തിരുന്നോ ശ്രീ രാമസിംഹൻ? അന്ന് പരാതി കൊടുത്തിരുന്നോ താങ്കൾ? പരാതി കൊടുത്തു. പരാതിക്ക് എന്നെ കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. കേൾക്കാൻ വേണ്ടി വിളിച്ചിട്ടാണ് കൊല്ലു എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കൊന്നും അന്ന് ഫൈറ്റ് ചെയ്യാനുള്ള പണമില്ല നമ്മുടെ കയ്യിൽ. വിനയന്റെ കയ്യിൽ പണം ഉണ്ടായത് കൊണ്ട് വിനയൻ അനുകൂലമായി വിധി മേടിച്ചു. അതിനേക്കാളും വലിയ തെളിവ് എന്റെ കയ്യിലുണ്ടായിരുന്നു. വിനയനെ അവര് വാക്കാൽ വിലക്കിയിട്ടൊക്കെയാണ് അവസാനം തെളിയിക്കാൻ വന്നത്. എനിക്ക് അങ്ങനെയല്ലേ, ലെറ്റർ തന്നിരുന്നു. എന്നെ സിനിമയിൽ സഹകരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സകല പേർക്കും ലെറ്റർ അയച്ചിരുന്നു. ബി ഉണ്ണികൃഷ്ണന്റെ സീലടക്കമുള്ള എന്റെ അടുത്തുണ്ടായ രേഖകൾ വേണം തരാം. അങ്ങനെ ചെയ്ത് അപ്പം ഞാൻ മാത്രമല്ല, അന്ന് ഈ വിനയന്റെ പടത്തിൽ അഭിനയിച്ച കുറെ നടന്മാർ, ഞാൻ പേര് പറയുന്നില്ല, കുറെ നടന്മാരൊക്കെ അവസാനം കഞ്ഞുകൂടി മുട്ടിയിട്ട് മരുന്നിന് പണം ഇല്ലാതെ മരിച്ചു പോവുകയും ചെയ്തത്. ഒരു മനസാക്ഷിയില്ല. പിന്നെ ഇവര് പറയും ഇവർക്ക് സൗകര്യങ്ങളുണ്ട്. സ്റ്റാർഡമുള്ള ആർട്ടിസ്റ്റിന്, സ്റ്റാർഡമുള്ള നടന്മാർക്ക്, സ്റ്റാർഡമുള്ള നടിമാർക്ക് അവർക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അവർക്ക് കാരവൻ വാനുകളുണ്ട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പോയി AC-യിൽ മറന്നു കിടന്ന് തണുപ്പിച്ചതിന് ശേഷം അടുത്ത ഷോട്ടിന് വന്നാൽ മതി. അതേപോലെ അല്ല മറ്റു സ്ത്രീകൾ, മറ്റു നടന്മാര്. അവര് വല്ല കമ്പിനും അല്ലെങ്കിൽ മരത്തിനും മാറി നിന്ന് മൂത്രമൊഴിക്കണം. എന്നിട്ട് പറയും ഞങ്ങളെല്ലാ സൗകര്യം. ഒരു സൗകര്യവും ഇല്ല. കാരണം ഇവര് ഇന്നലെ സിദ്ദീഖ് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെറ്റപ്പിലൊന്നും അങ്ങനെയില്ല. ശരിയാണ്, അവരുടെ സെറ്റപ്പ് അവർ ഈ കാരവന് പുറത്തിറങ്ങിയിട്ട് വേണ്ട സെറ്റപ്പ്. ഈ 10 വർഷം മുമ്പ് 10-20 വർഷം മുമ്പ് കാരവൻ കടന്നു വന്നോടി അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേണ്ടുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. ഒരു സ്ത്രീ വന്ന് തന്നെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണ് വെറുതെ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത്? അങ്ങനെ ചിന്തിക്കാം. അത് വെറും എന്താണ് അഭിനയമാണ്, അതല്ലെങ്കിൽ താൽക്കാലിക എന്ത് ലാഭം കിട്ടും രഞ്ജിത്തിനെതിരെ ഒരു സ്ത്രീക്ക് പറഞ്ഞിട്ട്? അവർ പൊതുസമൂഹത്തിന് വീണ്ടും അപമാനിതരാവുകയാണ്. എന്നിട്ടും അവർ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് ഇനി ആർക്കെങ്കിലും അത്തരം അനുഭവം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? മാറ്റം ഉണ്ടാവണ്ടേ? ആലപ്പി അഷ്റഫ, ഇപ്പൊ ചില സാങ്കേതികത്വം ഒക്കെ പറഞ്ഞിട്ടാണ് ഈ അഡ്വക്കേറ്റ് രാംകുമാറോ അതുപോലെ അഡ്വക്കേറ്റ് ബലദേവും, അതായത് ഇതിന് ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാങ്കേതികത്വം മാറ്റിവെക്കാം. ഇപ്പോൾ രാമസിംഹൻ ചോദിച്ചതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? അപ്പോൾ അതിന് ഒരു അടിസ്ഥാനമായിരിക്കുകയാണ് റിപ്പോർട്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്, അവർക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. പക്ഷേ എങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിലർ തുറന്നു പറയാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മാധ്യമങ്ങൾ കൂടെയുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം അവരോടൊപ്പം ഉണ്ട്. ആ ഒരു ബലത്തിൻ്റെ ആ ഒരു പിൻബലത്തിൽ കൂടിയായിരിക്കില്ലേ ഇങ്ങനെ തുറന്നു പറയാൻ അവർ തയ്യാറായത്? എന്തായാലും മാറ്റം വേണം, മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് ആര് മുൻകൈയെടുക്കും? ഞാൻ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ജോസ് തോമസ് പറഞ്ഞ പോലെ ഈ ഫെഫ്ക പോലുള്ള സംഘടനകളെ മോശമായിട്ട് കാണിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അത് 100% സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫെഫ്കയിൽ ഞാനൊരു അംഗമാണ്.
അവിടെ വളരെ മാന്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ ഗൗരവമായിട്ടും വളരെ മാന്യമായിട്ടും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള വേദികൾ തരും. എന്ത് കാര്യങ്ങളും വേണ്ടി പറയാം. വളരെ കൃത്യമായിട്ടാണ് റൈറ്റേഴ്സ് യൂണിയനായാലും ഡയറക്ടേഴ്സ് യൂണിയനായാലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ ഈ മീറ്റിംഗ് കൂടി വ്യക്തമായ തീരുമാനമെടുക്കും, ഇതിനകത്ത് പ്രതികരിക്കും, അതെല്ലാം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതുകൊണ്ട് ആ ഒരു വിഷയമല്ല ഇവിടുത്തെ സംഭവം. അപ്പോൾ അത് ഒരു എതിർ ഗ്രൂപ്പൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. അതിനൊന്നും അവരെ എതിർത്താലൊന്നും അതൊന്നും പെപ്കായ പോലുള്ള സംഘടനയെ ഒന്നും ഏക്കാൻ പോകുന്നില്ല. അത്ര പ്രബലമാണ് ആ സംഘടന, അത്ര ബലവത്താണ്. അപ്പോൾ പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അഡ്വക്കേറ്റ് ബലദേവ് അദ്ദേഹം പറയുണ്ടായി, എവിടെ പരാതി കൊടുത്തു അവിടെ കൊടുത്തില്ല, ഇത്ര വർഷമായിട്ട് എന്തെടുക്കരുതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. പണ്ടൊരു ഇതിന് മുമ്പിരുന്നൊരു വനിതാ കമ്മീഷൻ ഒരു ഓൺലൈൻ ചാനലിൽ ഇതുപോലെ പരാതികൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, അവർ ഭർത്താവ് ഉപദ്രവിക്കുന്നു, ആരോ ഉപദ്രവിക്കുന്ന കാര്യം പറയപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ? ഇല്ല, പരാതി കൊടുത്തില്ലേ? പിന്നെ ചെയ്തതിന് പരാതി കൊടുത്തില്ല എന്നാ അനുഭവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ആകരുതും. നമ്മൾ ഒരു പെൺകുട്ടികളുടെ നിലവിളി നിങ്ങൾ കേൾക്കാതെ പോയോ? നിങ്ങൾ പറയുന്ന ഒന്നിനോട് യോജിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ആ നിലവിളി കേട്ടേ പറ്റൂ. അവരുടെ കരച്ചിൽ, അവർ ആ അതിജീവിതയുടെ അവരായിട്ട് എന്ത് പാടാപ്പെടുത്തിയത് ഇതിനു മുമ്പുണ്ടായിരുന്നു. അവർ കോടതിയിൽ അവർക്ക് ന്യായം കിട്ടി, ഇത് കിട്ടിയോ ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വർഷങ്ങളായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന ഉടനെ എന്നെ കൊണ്ട് കേസ് കൊടുത്തില്ല. ഇവിടെ ഇന്നലെ പഴയ അഡ്വക്കേറ്റ് ജനറൽ ആസിഫ് അലി അദ്ദേഹം ചോദിക്കുന്നുണ്ടായി, 5 വയസ്സും 10 വയസ്സുള്ള പെൺപിള്ളേരെ പീഡിപ്പിച്ച് അവർ കൊണ്ട് പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അന്വേഷിച്ച് കേസെടുക്കുക വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ നിയമവിദഗ്ധരാണ് അവരൊക്കെ പറയുന്നുണ്ട് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകളാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാകുമെന്ന്. അപ്പോൾ അത് അംഗീകരിച്ചേ പറ്റൂ. അവർ ഇന്ന് ഈ WCC പോലുള്ള ഒരു സംഘടന ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരുത്തില്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ പ്രബലമായൊരു ഗ്രൂപ്പായി മാറി. അവർ വളരെ ശക്തമായിട്ടാണ് പോരാടുന്നത്. അവർക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവരെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർ വേറെ കാര്യത്തിനൊന്നും വരുന്നില്ലല്ലോ നിങ്ങളുടെ അടുത്ത്. അവർ പറയുന്നത് ഞങ്ങൾ തൊഴിൽ ചെയ്യാൻ മാന്യമായ അവസരം ഉണ്ടാക്കി തരണം. ഇത് മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുതും, ഞങ്ങളുടെ നേരെ ഒന്നിനും വരരുതും. ഇത് രണ്ടുമല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു പെൺകുട്ടികളുടെ ആവശ്യമാണ്, പെണ്ണുങ്ങളുടെ ആവശ്യമാണ്. അവിടെ പറയുന്നത് നിങ്ങൾ ഉടനെ കൊണ്ട് പരാതി ഇത്ര വർഷമായില്ല, അത്ര വർഷമായില്ലേ. അതിനാണ് നേരത്തെ ചോദിച്ചത്. ഓരോ കേസുകൾ നടന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പാ എത്ര ഈ വർഗീസ് വധക്കേസ് അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചില്ലേ. ഇതെല്ലാം എത്രയോ വർഷം കഴിഞ്ഞ് വെളിപ്പെടുത്തി കഴിഞ്ഞ് കേസെടുത്തു, ഓരെയൊക്കെ പിടിച്ച് അകത്തിട്ടില്ലേ. അതുപോലെ എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത്. ഇനി അവർ നിരപരാധിയാണെങ്കിൽ പോകട്ടെ, അവർ രക്ഷപ്പെടട്ടെ, അതും വരട്ടെ, തെളിയട്ടെ കോടതിയിൽ. എന്തായാലും കോടതിയിൽ ഇവരുടെ പേരുകളൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ലോ. ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ചോ, പക്ഷെ കോടതി കൊടുക്കുമ്പോൾ അതെല്ലാം കൊടുത്തേ പറ്റൂ. യെസ്, അഡ്വക്കേറ്റ് രാംകുമാർ, സാങ്കേതികത്വം പറഞ്ഞ് ഇവരുടെ കണ്ണുനീര് അവഗണിക്കാൻ പറ്റുമോ? എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരാളും പറയുന്നു വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ സിനിമാ രംഗത്ത് മാത്രമേ ഇത്തരം പ്രവണതകളുള്ളൂ. ശരിയല്ല അത്. 2 പ്രമുഖ സിനിമാ വ്യക്തികൾ ശാരദയും ഇന്ദ്രൻസും പറഞ്ഞു ഇത് കാലാകാലങ്ങളായി സിനിമയിൽ നടക്കുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനുള്ള വിജ്ഞാനം എനിക്കില്ല, അത്രയും പരിചയം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജോലിസ്ഥലത്ത് സ്ത്രീകൾ പീഡനം അനുഭവിക്കുക എന്ന് സിനിമാ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ പ്രശസ്തമായ വൈശാഖ കേസിലെ വിധി. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ജോലിയെടുക്കുന്ന എല്ലാ സ്ഥലത്തും അന്വേഷണം നടത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെന്താ സിനിമാ രംഗത്ത് നടപ്പാക്കാൻ മടി? സിനിമാ രംഗത്ത് മാത്രം WCC എന്ന് പറഞ്ഞ സ്വാധീനവും സൗന്ദര്യവും സമ്പത്തുമുള്ള ചില സ്ത്രീകൾ ഇറങ്ങിയാൽ മാത്രം നമ്മുടെ സാംസ്കാരിക മന്ത്രി സാൻമാർഗിക മന്ത്രിയായിട്ട് മാറും എന്ന് ചിന്തിക്കേണ്ടത് ശരിയാണോ? എല്ലാവർക്കും ഇല്ല പരാതി. അല്ല, രാംകുമാർ സാർ, ICC ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി.
അപ്പോൾ അവിടെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അതായത് സിനിമാക്കാർക്ക് മാത്രം ഒരു ശരി. നിയമം, സമ്മതിച്ചു. സിനിമാക്കാർക്ക് മാത്രം ഒരു നിയമം അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ എല്ലാത്തിനും അതീതരാണ് എന്ന അഹംഭാവമാണ് അവരെ നയിക്കുന്നത്. ഒരിക്കലും പറ്റില്ല. അല്ല, അങ്ങനെയല്ല. അല്ല അല്ല അനിൽ നമ്പ്യാർ, ഒരു കാര്യം മനസ്സിലാക്കൂ. സുപ്രീം കോടതി വൈശാഖ കേസിൽ നിർദ്ദേശിച്ച മാർഗദർശനങ്ങൾ സ്ത്രീകൾ ജോലിയെടുക്കുന്ന എല്ലാ സ്ഥലത്തും ബാധകമാണ്, സിനിമാ പ്രവർത്തകർക്കും ബാധകമാണ്. ഹേമ കമ്മിറ്റി ഇത്രയും നിയമപരിജ്ഞാനം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഈ 1,06,00,000 റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇന്ദ്രൻസ് പറഞ്ഞു ഇത് കാലാകാലങ്ങളിലായിട്ടുണ്ടെന്ന്. സമിതിയിൽ ഒരു അംഗമായ ശാരദ പറഞ്ഞു ഇതാണെന്ന് നടക്കാറുണ്ടെന്ന്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു നായനാർ പറഞ്ഞു പെണ്ണുണ്ടെങ്കിൽ പെൺവാണിഭം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ ദുഃഖകരമായൊരു സത്യമാണ്. പക്ഷെ പരിഹാരം എന്താണ്? അതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിന് ആവർത്തനം ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ അന്തസ്സായി സിനിമാ താരങ്ങളായി മുന്നോട്ട് വരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം, നിയമം ലംഘിച്ചുകൊണ്ടാവരുത്. ഇവിടെ ഹൈക്കോടതി അത് ചെയ്യും. ഹൈക്കോടതിക്ക് എന്ത് അധികാരമുള്ളത്? ഒരു സ്വകാര്യ സംരംഭമായ സിനിമയിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ റിറ്റ് അധികാരം ചെല്ലില്ല എന്നാണ് ഞാൻ ഇത്രയും കാലം ആ രംഗവുമായി ബന്ധപ്പെട്ട എൻ്റെ പരിമിത വിവരം. എനിക്ക് തെറ്റുപറ്റെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതിന് അമിതമായ പ്രശ്നം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ മാധ്യമങ്ങളുടെ ആഘോഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ പലരും പറഞ്ഞു. ഞാൻ പോലീസിൻ്റെ കാര്യം പറയാം. നല്ല തടിമുടക്കുള്ള ഗൺമാന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? എനിക്ക് എത്രയോ സംഭവങ്ങൾ നേരിട്ടറിയാം. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകരെ അവമാനിക്കലാണ്. മാന്യരായ പ്രേക്ഷകർ ഇത് കേട്ട് മുഖം ചുളിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സിനിമാ രംഗം മാത്രമല്ല, സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അവർ അമ്മമാരാണ്, പങ്കാളികളാണ്, അമ്മൂമ്മമാരാണ്. എല്ലാ കാലത്തും സ്നേഹവും ഇതും വീടിൻ്റെ സൗരഭ്യമായി നിൽക്കേണ്ട ആളുകളാണ്. അവർക്കൊരു ബലഹീനത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്നും നിർഭാഗ്യവശാൽ നമ്മുടെ സ്ത്രീകൾക്ക് തുല്യത നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. പല രംഗങ്ങളിലും അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് പോലും സ്ത്രീകൾ ഇന്നും അബലകളായി കഴിയുന്നു. അവർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ മതിയാവും. പക്ഷേ ആ പരിഹാരത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ നിയമം ലംഘിക്കുകയോ ചെയ്യുന്നതിനോട് നിർഭാഗ്യവശാൽ എനിക്ക് യോജിപ്പില്ല. കാരണം നിയമവാഴ്ചയും നിയമവും നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നതാണ്. ആ ഭരണഘടനയുടെ 4 അതിരുകളിൽ നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം പ്രചരണത്തിനും കൈയടിക്കും വേണ്ടി സർക്കാരുകളും കോടതികളും ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് എന്ത് ഭവിഷ്യത്തുകളുണ്ടായാലും എന്നെപ്പോലുള്ള വിനീതർക്ക് പറയേണ്ടി വരും. യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഈ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് അത് ചോദിച്ചിട്ടുണ്ട്, മുദ്രവെച്ച കവറിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഇപ്പോൾ നേരത്തെ പിന്നെ ജോസ് തോമസ് ഒക്കെ ചോദിച്ചതുപോലെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വരുമോ? ഹൈക്കോടതിക്ക് എന്ത് നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കും? നിയമപരമായ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്താണെങ്കിലും ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നുകൊണ്ട് 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നമ്പ്യാരുടെ ജീവിതത്തിലേക്ക് വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കാൻ കഴിയാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തുല്യവേതനം. അത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നടന്റെ അതേ വേതനം നടിക്ക് കൊടുക്കും. 2, ചാൻസ് ഉറപ്പുവരുത്തണം. ഇവിടെ സിനിമാക്കാരിപ്പുണ്ട്. അവരൊരു സിനിമ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന റോളിന് മഞ്ജു വാര്യരാണ് പറ്റുന്നത്, അല്ലെ കാവ്യ മാധവനാണ് പറ്റുന്നത്, അല്ലെ മമ്മൂട്ടിയാണ് പറ്റുന്നത്. അത് നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് അവസരങ്ങളൊന്നും പ്രൊട്ടക്ട് ചെയ്യണം. ആ രീതി നമുക്കൊരു നിയമം കൊണ്ടുവരാനേ പറ്റത്തില്ല. പക്ഷെ മൊത്തത്തിലൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. വിശേഷിച്ച് ഏറ്റവും ഈ സിനിമാ മേഖല കോടിക്കണക്കിന് രൂപ അറിയുന്ന, അതുപോലെ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. പിന്നെ ഇവിടെ 1-2 നിയമപരമായ പ്രശ്നങ്ങൾ കേസ് എപ്പോഴും എടുത്തുകൂടായിരുന്നു. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞതാണ്.
രാജൻ കേസും വർഗീസ് കേസൊക്കെ എടുത്ത കൊലപാതക കേസുകളാണ്. 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന കേസുകൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതിന് താഴെയുള്ള കേസുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഓരോ കേസുകൾക്കും. അത് CRPC 462 പറയുന്നുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായ എക്സ്പ്ലനേഷൻ വേണം. ഞാൻ അതിലേക്ക് വരുന്നില്ല. റേപ്പൊക്കെ അതിന് മുകളിൽ പോകുന്നതാണ്. അത് കേസെടുക്കാം. അല്ലെങ്കിൽ ഞാൻ എടുക്കാം, റേപ്പ് എടുക്കാം. 7 വർഷത്തിൽ കൂടുതൽ പോകുന്നതിനെല്ലാം കേസ് എടുക്കാം, എപ്പോ വേണമെങ്കിലും എടുക്കാം. റേപ്പൊക്കെ ജീവപര്യന്തം ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് വരുന്നതല്ലേ, അപ്പൊ അതിനൊക്കെ കേസ് എടുക്കാം. അല്ല, ഇവിടെ നമുക്ക് റിവീൽ ചെയ്ത 2 കേസുകൾ, ഒന്ന് പശ്ചിമ ബംഗാളിലെ നടി വന്നതും അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ വന്നതുമെല്ലാം ഈ 3 വർഷത്തിൽ താഴെ വരുന്ന ഒഫൻസുകളാണ്. അതാണ് സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ആണെങ്കിൽ എടുക്കാം കേസ്. ട്രൈ ടു മോളസ്റ്റ് എന്ന് മാത്രമേ 354 ഫൈൻ ഞാൻ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ വേറെ കാര്യം പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു റിപ്പോർട്ടിന്റെ ആരെങ്കിലും തെറ്റായ വിവരം ഞാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സിനിമയിലെ പ്രവർത്തനം ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാംകുമാർ സാറിന് അറിയാം, പരമാവധി ചെയ്യാവുന്നത് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ പറ്റൂ. കേസ് എടുക്കാൻ പറ്റില്ല. ഒരു FIR എന്ന് പറഞ്ഞ കേസാണ്. ആരെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഈ പെൺകുട്ടികൾ അവരെ വില്ലിങ് ആവുകയാണെങ്കിൽ, ഇവർ പോലീസിന് മൊഴി കൊടുക്കുകയാണെങ്കിൽ, ഈ അന്വേഷണ സംഘത്തിന് മുന്നേ ഹാജരായി മൊഴി കൊടുക്കുകയാണെങ്കിൽ കേസെടുത്തൂടെ? ഇപ്പൊ തന്നെ FIR എടുക്കാനില്ല. FIR എടുക്കാന്ന് FIR എന്ന് പറഞ്ഞ കേസിന്റെ പ്രഥമ സ്റ്റെപ്പാണ്. അവര് മൊഴി ഒരു കംപ്ലൈനന്റോ ഇൻഫോർമന്റോ വന്നു കഴിഞ്ഞാൽ വേണ്ട, കണ്ടാൽ അറിയാവുന്ന പ്രതികളെന്ന് പറഞ്ഞാൽ പോലും പോലീസിന് ആരെങ്കിലും ഇപ്പൊ 2 പ്രതികളുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മൊഴി കൊടുക്കണമല്ലോ. അതെ, മൊഴി കൊടുക്കുകയാണെങ്കിൽ സിദ്ദിഖിനെ നാളെ അറസ്റ്റ് ചെയ്തൂടെ? ആ കുട്ടി വില്ലിങ് ആണെങ്കിൽ. ഇപ്പൊ ബംഗാളിൽ നിന്ന് ആ നടി വരുന്നു, നടി വന്ന് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. അത് 354 നിൽക്കൂ. 15 വർഷം കഴിഞ്ഞു. അതിന് പ്രത്യേകമായ എക്സ്പ്ലനേഷൻ കോടതിയുടെ സാങ്ഷൻ വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ കേസ് 354 ആണ്. അത് മാത്രമല്ല, 354 ABCD ആണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 2012 ശേഷം വന്ന അമെന്റ്മെന്റ് ആണ്. അതിന് മുമ്പുള്ള ഒഫൻസിന് റിട്രോസ്പെക്റ്റീവ് ഇല്ല. അപ്പോൾ അത് കേസെടുക്കാൻ പറ്റില്ല. കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ പ്രത്യേക സാങ്ഷൻ വേണ്ടി വരും. കാര്യമായിട്ട് ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞു. 3 വർഷമാണ് അതിന്റെ പരമാവധി ശിക്ഷ. 3 വർഷം പരമാവധി ശിക്ഷ വരുന്ന കേസുകൾക്ക് 3 വർഷത്തിനകം കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും അത് കോടതി അംഗീകരിക്കുകയും വേണം, കോടതിക്ക് ബോധ്യപ്പെടുകയും വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തനുസരി വേഴ്സസ് നാനാ പടേക്കർ കേസ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള ഈ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് എന്തുകൊണ്ട് കോടതിക്ക് കൊടുത്തു? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ ഗവൺമെന്റ് നിയോഗിക്കുമ്പോൾ ആ റിപ്പോർട്ട് ഗവൺമെന്റിനെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് കേസെടുക്കാനുള്ള അധികാരം റിട്ടയർഡ് ജസ്റ്റിസിനില്ല. അല്ലെങ്കിൽ സർവീസ് ലീഗൽ ജഡ്ജി ആണെങ്കിൽ ശരി, ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയിട്ടാൽ പോലും നേരിട്ട് കേസെടുക്കാൻ ഹൈക്കോടതി കൊടുത്തിട്ട് ഏകദേശം 4.5 വർഷം കഴിഞ്ഞില്ലേ? അത് തെറ്റാണ്. ഈ 4 വർഷമായിട്ട് ഗവൺമെന്റ് നടപടി എടുക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. ഞാൻ ഇടതുപക്ഷക്കാരനൊക്കെയാണ്, ഗവൺമെന്റ് നടപടിക്കാരും തെറ്റ് തന്നെയാണ്. അതൊക്കെ അംഗീകരിക്കുന്നു, അതിന് തർക്കമൊന്നും. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ നിയമോപദേശങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ, നേരത്തെ സജി ചെറിയാൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടിക്കെതിരെ FIR ഇട്ടതുപോലെ ആകത്തുള്ളൂ. ആ കേസ് നിലനിൽക്കില്ല. കേസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കൊറോബറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസുകൾ വേണം. അതിനാണ് അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഈ പെൺകുട്ടികൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ FIS വരും. ആ മൊഴി കോടതിയിലേക്ക് പോകും. അതിനകത്ത് കേസെടുക്കാതിരിക്കാം. കേസ് പിന്നെ പ്രതിയെ ശിക്ഷിക്കോ ഇല്ല എന്നുള്ളത് എവിടെ സ്റ്റേജാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എത്ര പ്രമാദമായ കേസുകൾ പോലും കോടതി വെറുതെ വിചാരണയ്ക്ക് ശേഷമാണല്ലോ. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നോൺ ബെയിലുള്ള മനസ്സാണെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാമല്ലോ. നിങ്ങളുടെ കേന്ദ്രത്തിലെ ഗുസ്തികാരം ബ്രിജേഷിനെ അറസ്റ്റ് ചെയ്യായിരുന്ന പോലല്ല. കേസെടുത്താൽ ഇവിടെ അറസ്റ്റ് ചെയ്യാം. അത് 14 കുട്ടികളുടെ FIR ഉണ്ടായിരുന്നു, പോക്സോ ഉൾപ്പെടെ. കോടതി ഹാരാക്കി, കോടതി ജാമ്യം കൊടുത്ത് കാര്യം ഒപ്പോസിഷൻ എതിർത്തില്ല. അതിലൂടെ പോകുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഇവിടെ കേസെടുത്താൽ നോൺ ബെയിലുള്ള മനസ്സാണെങ്കിൽ ഗവൺമെന്റ് ഒപ്പോസ് ചെയ്യും, ജാമ്യം കിട്ടത്തില്ല, റിമാൻഡിൽ പോകും. ആ റിമാൻഡിൽ പോയേ പറ്റും. പിന്നീട് ഒരു പക്ഷേ വിചാരണ സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞ പോലെ പ്രതികളെ വെറുതെ വിട്ടേക്കാം. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. ജോസ് തോമസ്, ശുദ്ധീകരിക്കപ്പെടുമോ ഈ മേഖല? മാറ്റം അനിവാര്യമാണ്. ശുദ്ധീകരിക്കപ്പെടും എന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ശുദ്ധീകരിക്കപ്പെടും. അതിനു മുമ്പ് എനിക്ക് രാമസിംഹനോട് ചെറിയ മറുപടി പറയാനുണ്ട്. പെട്ടെന്ന്. ഈ 14 വർഷം മുമ്പ് അലി അക്ബർ ആയിരുന്നു, ഇപ്പോൾ രാമസിംഹൻ. ഇത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തയാളുടെ എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. മൊഴി കൊടുത്തിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ വോയിസ് ക്ലിപ്പ് എപ്പോഴും എന്റെ ഫോണിലുണ്ട്. അത് കള്ളമല്ല. ഈ രണ്ടാമത്തെ കാര്യം, താങ്കളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയത് എങ്ങനെയാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ മറ്റു സംഘടനയിൽ നിന്നും പുറത്താകുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടായിരിക്കും. എന്തായാലും ഷെഫ്ക താങ്കളെ ഗുണ്ടകളെ അയച്ചു എന്നൊക്കെ പറയും. അതൊക്കെ സത്യവിരുദ്ധമായ കാര്യമല്ലേ രാമസിംഹൻ?
കാരണം താങ്കൾ അന്ന് ആ സിനിമ പൂർത്തീകരിച്ച് റിലീസ് ചെയ്തു. അതിനുശേഷം ഈ 2 വർഷം മുമ്പ് താങ്കളുടെ സിനിമ ചെയ്തല്ലോ, ആരെങ്കിലും ഇവിടെ ഗുണ്ടകളുമായിട്ട് വന്നു? ഒന്നുമില്ല. അതൊക്കെ വെറുതെ എന്തെങ്കിലും വൈരാഗ്യമുള്ള തോന്നിയാൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇനി പോട്ടെ, ആലപ്പിയഷ്ട പറഞ്ഞു WCC എന്ന് പറയുന്ന ശക്തമായ സംഘടനയുടെ നിലപാടാണ് ഇതിങ്ങനെ വന്നത്. ശരിയാണ്, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് നല്ലത് തന്നെയാണ്. പക്ഷേ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, WCCയിൽ അംഗമായതുകൊണ്ട് സിനിമകൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമില്ലാതെയാണ്, സത്യവിരുദ്ധമായ പ്രസ്താവനയാണ്. അതിന്റെ ഒരു കാരണം പറയാം. മാലാ പാർവതി എന്ന് പറയുന്ന നടി WCCയുടെ സജീവ അംഗമാണ്, സജീവ പ്രവർത്തകയാണ്. അവര് ടെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിച്ച കാപ്പ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. മാത്രവുമല്ല ടെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ അവർ 2 സിനിമകൾ തിരക്ക് എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്താണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തത്. എഡിറ്റേഴ്സ് യൂണിയനിലെ ടെഫ്ക എഡിറ്റേഴ്സ് യൂണിയനിൽ സജീവ അംഗമാണ് ബീന പോൾ. WCCയിൽ സജീവ അംഗമാണ്, പ്രവർത്തകയാണ്, നേതാവാണ്. ആ ബീന പോൾ ഇപ്പോഴും ഞങ്ങൾ ഈ ടെഫ്ക എഡിറ്റേഴ്സ് യൂണിയനിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതൊരു അവർക്ക് ഉള്ള പ്രിവിലേജ് ആണ്. ഞങ്ങളത് അഭിമാനത്തോടെ ചെയ്യുന്നു. അപ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റു സംഘടനയിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല, തൊഴിൽപരമായ വിവേചനമുണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമായ കാര്യമാണ്. അങ്ങനെയൊന്നുമില്ല. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും സിനിമാരംഗം ശുദ്ധീകരിക്കപ്പെടണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. രാമസിംഹൻ, അപ്പൊ ഇവരൊക്കെ ഈ മൊഴി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചും ഓരോ ആൾക്കാർ കൊടുത്തത് എന്തൊക്കെയാണെന്ന് അറിയെങ്കിൽ പിന്നെ ഈ മൊഴി മറച്ചു വെക്കേണ്ട കാര്യമില്ലോ. ഇപ്പൊ മലയാള സിനിമയിൽ ഈ സംഘടനയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, ആരൊക്കെ പോയി, ആരൊക്കെ എന്താ മൊഴി കൊടുത്തു. അപ്പൊ അതിലെന്ത് സ്വകാര്യത ഉള്ളത്? ഇവര് തന്നെ സ്വകാര്യത പൊളിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ മൊഴി കൊടുത്ത ആളെ പേരോ അല്ലെങ്കിൽ മൊഴി കൊടുത്തത് എന്താണെന്നോ പുറത്തറിയാൻ പാടില്ല എന്ന് കമ്മിറ്റി പറഞ്ഞു. ഇവിടെ ജോസഫ് ഞങ്ങൾക്കൊക്കെ മൊഴി കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഒരാളുടെ മൊഴി എന്നാണ് പറയുന്നത് രാമസിംഹൻ, ഒരാളുടെ മൊഴി അല്ല, എല്ലാവരുടെയും. നിങ്ങൾക്ക് ഈ മൊഴി മാറ്റി വെക്കുമ്പോ ജോസ് തോമസിന് പ്രത്യേകിച്ച് ഒരാളുടെ മൊഴി പറയാം. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയല്ലേ പറയുന്നത്? നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത മൊഴി എന്ന് പറ. ഞങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരുന്നു, നിങ്ങളുടെ അസോസിയേഷൻ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ മൊഴി കൊടുക്കുന്നു എന്ന്. അതുകൊണ്ടാണ് 4 കൊല്ലം പൂട്ടി വെച്ചത്. ഇതിൽ പലതും ഒളിച്ചു വെക്കാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാ. പിന്നെ ജോസഫ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനൊക്കെ എന്ത് ഈ സംഘടനാ വിരുദ്ധ കാണിച്ചെന്ന് ജോസഫ് പറയാമോ? വെല്ലുവിളിക്കുകയാണ്, ഈ ചാനൽ വെല്ലുവിളിക്കുക. ഒന്ന് പറയാമോ? ഞങ്ങളൊക്കെ ചെയ്തതെന്താണ്? തിലകനെ വെച്ച് അഭിനയിപ്പിക്കുന്നു. ജോസ് തോമസ് ഒരു സിനിമ എടുക്കുമ്പം ഈ പറയുന്ന നിങ്ങളുടെ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണോ അതിൽ അഭിനയിപ്പിക്കുക? ആണോ? ജോസ് തോമസ് സിനിമ എടുക്കുമ്പോൾ ജോസ് തോമസിന്റെ കഥാപാത്രത്തിന് ആവശ്യമുള്ള നടനെ എടുക്കുന്നു അല്ലേ? അതായത് ബി ഉണ്ണികൃഷ്ണൻ വന്ന് അഭിനയിക്കുമോ? എന്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ അഭിനയിക്കുന്ന റോള് ബി ഉണ്ണികൃഷ്ണൻ വന്ന് അഭിനയിക്കുമോ? ജോസ് തോമസ് വന്ന് അഭിനയിക്കുമോ? ഇല്ലല്ലോ. അതൊരു ഒരാളുടെ റൈറ്റാ. പിന്നെ നേരത്തെ നമ്മള് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ സിനിമ മാത്രമല്ല എല്ലായിടത്തുണ്ട്. പക്ഷെ സിനിമയിൽ സാറേ ഒരു പ്രത്യേകതയുണ്ട്. സിനിമയിൽ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ സംഘടിത ശക്തിയാണ്, ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന്. ആ സംഘടിത ശക്തിക്ക് മുമ്പിലാണ് സാധാരണ മനുഷ്യർ തോറ്റുപോകുന്നത്. ആ സംഘടിത ശക്തി ഉണ്ടല്ലോ, അത് പണത്തിന്റെ ശക്തിയാണ്, അത് വിതരണക്കാരന്റെ ശക്തിയാണ്, അത് നിർമ്മാതാവിന്റെ ശക്തിയാണ്, അത് അഭിനേതാക്കളുടെ ശക്തിയാണ്, അത് ഈ പറയുന്ന സംവിധായകരെ. കാരണം ഇവരൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിർമ്മിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, അവർക്ക് തിയേറ്ററുണ്ട്. ഇതെല്ലാം സംഘടിതമാണ്. അപ്പൊ നിങ്ങളിതില് അമ്മേനെ മാറ്റി നിർത്താൻ പറ്റുമോ? അമ്മയിലുള്ളത് അച്ഛനുമാണ്. മലയാള സിനിമയിലെ പ്രത്യേകത അമ്മയിൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, അമ്മയിൽ അഭിനയിക്കുന്നവരും നിർമ്മാതാക്കളാണ്, സംവിധായകനാണ്, ഒക്കെ. രഞ്ജിത്ത് അഭിനേതാവ് മാത്രമാണോ? ഇല്ല, നടനും കൂടിയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ സംഘടനകളെ മാറ്റി നിർത്തിയിട്ട് ഇത് വേറെ അത് വേറെ എന്ന് പറയാൻ പറ്റില്ല. ഇത് സാമ്പാറാണ്, അതിൽ പരിപ്പുണ്ട്, ഈ പറയുന്ന എല്ലാ ഇനങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ്. ആ സാമ്പാറിനെ കുറിച്ചാണ് ഈ 15 ഈ എന്താ ഡി കമ്പനി എന്നൊക്കെ പറയുന്നത്. ഇത് ഈ നടന്മാര് മാത്രമല്ല. ഡി കമ്പനി ആരാണെന്ന് പറയൂ. അതെ, ജോസിന് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു മാനനഷ്ട കേസ് വേറെ എനിക്ക് വരണോ? അതല്ലേ ഞാൻ മൂടി വെച്ചത്. ഞങ്ങൾക്കൊക്കെ അറിയാം ജോസേ, ഈ കമ്പനി ആരാണെന്നും ഈ കൂട്ടുകമ്പനി, ഈ കൂട്ടുകൃഷി എന്താണെന്നും മലയാള സിനിമയിലെ എല്ലാവർക്കും അറിയാം. ഈ പാവപ്പെട്ട ഒരാൾ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ അമ്മയുടെ സെക്രട്ടറി പറഞ്ഞു ഒന്ന് കിടന്നു തന്ന മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞില്ലേ?
അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഞാൻ വേണം. കേട്ടിട്ടില്ല. ഒരു എനിക്കറിയില്ല. പെൺകുട്ടി വന്ന് പറയാണ്, ഒരു പെൺകുട്ടി വന്ന് പറയാണ് ഇത് തന്നെയാണ് ഈ ശക്തി, ഇത് തന്നെയാണ്, അതല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് നടപടിയെടുക്കാൻ സാംസ്കാരിക സംഘടനയാണത്. ഈ തെറ്റുകുറ്റങ്ങൾ കണ്ട് പുറത്താക്കാനും പിടിക്കാനും ശിക്ഷിക്കാനും 10 വർഷത്തും പുറത്തേക്ക് ശിക്ഷിക്കാനൊന്നും അവകാശമില്ല. അത് തോന്നലാണ്. അതിനുള്ള റൈറ്റ് ഒന്നും ഈ യെസ്, ഭരണഘടന തന്നിട്ടില്ല. നിങ്ങൾ ട്രേഡ് യൂണിയനാണ് രാംകുമാർ, ട്രേഡ് യൂണിയനാണ്. ഓക്കെ. ഏതായാലും നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ ദുഷിച്ച നാറിയ വ്യവസ്ഥിതി മാറണം. എന്തായാലും 4 വനിതാ IPS ഓഫീസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിലാണ് പ്രതീക്ഷ. ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി കൊടുക്കാൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയവർ വരുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ജനറൽ ഡിബേറ്റ് ഇവിടെ പുനഃവാന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.